വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, പി.ടി. എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ, പി.ടി. വേണ്ട. എന്നുവെച്ചാലേ ഞങ്ങൾ തമ്മിൽ വളരെ കാലത്തെ ബന്ധമുണ്ട്. പി.ടിയോടെ MA പഠിക്കുമ്പോൾ എനിക്കറിയാം. ഞങ്ങളൊരു ഹോസ്റ്റലിൽ അടുത്തടുത്ത മുറികളിൽ താമസിച്ചിരുന്നു. കാരണം ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല. അത് സാരല്ല, ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു വിമർശകനാണ്. അത് ഇന്നല്ല, പണ്ടേ. അതുകൊണ്ട് എനിക്ക് ഏത് സംഗതിയും എന്നെ കൊണ്ടാവും പോലെ വിമർശനാത്മകമായി കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്, നിങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ മദ്ഹ് പറയാമെന്ന ഒരാളാണ് എന്ന് എന്നെപ്പറ്റി ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. പിന്നെ ലീഗിനെ പറ്റിയുള്ള വിമർശനങ്ങൾ തീരെ കുട്ടിയാവുമ്പോ വല്ലവരോടല്ല CH പറഞ്ഞാണ് എനിക്ക് ശീലം. അദ്ദേഹമാണെങ്കിൽ അതൊക്കെ വളരെ സരസമായി കേട്ടിരിക്കും, അതിനൊക്കെ മറുപടി പറയും. ചിലപ്പോ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എതിര് പറഞ്ഞാൽ ലോഹ്യം കൂടുന്ന ഒരാളാ CH. അപ്പോ നിങ്ങളോട് എനിക്ക് ആമുഖം പറയാനുള്ളത്, അള്ളാഹു പടച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പടപ്പാണ് ശൈത്താൻ. ശൈത്താൻ എന്ന വാക്കിന്റെ അർത്ഥം എതിര് പറയുന്നവൻ. അപ്പോ എതിര് പറയുന്ന ഒരാൾ വേണ്ടാന്നുണ്ടെങ്കിൽ സർവശക്തനാണ് അള്ളാഹു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോ നിന്റെ അടിയാറുകളെ ഞാൻ വഴിവഴിപ്പിക്കും എന്ന് വെല്ലുവിളി പോലെ ഖുർആനിൽ പറയുന്നു. നിന്റെ പ്രതാപത്തെ കൊണ്ട് സത്യം, നിന്റെ അടിയാറുകളെ ഞാൻ വഴിവഴിപ്പിക്കും എന്ന് പറയുമ്പോ അതിപ്പോ നടക്കൂല എന്നല്ല അള്ളാഹു മറുപടി പറഞ്ഞത്. ശരി, ഖിയാമം വരെ നിനക്ക് സമയമുണ്ട്, നീ നിന്റെ വഴി നോക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് സ്വതന്ത്രനായി വിട്ടിരിക്കുക. അപ്പോ എതിര് പറയുന്ന ഒരാളെ നശിപ്പിക്കുക എന്നുള്ളത് അനിസ്ലാമികമാണ് എന്നാണ് എന്റെ വിചാരം. കാരണം അള്ളാഹു ആണ് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട മാതൃക എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇബ്ലീസ് മാത്രമല്ല, മലായികത്തും ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. കാരണം മനുഷ്യന്മാരെ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ മലായികത്തിനോട് കൂടി ആലോചിക്കുന്നുണ്ട്. അള്ളാഹ് ഇതിനെ കൂടി ആലോചിക്കേണ്ട ആവശ്യം. ഞാനിങ്ങനെ മനുഷ്യരെ ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ മലായികത്ത് പറഞ്ഞു വേണ്ടാത്ത പണിയാണ്. അവര് അക്രമികളും പരസ്പരം പൊരുതുന്നവരും ചോര ചിന്തുന്നവരുമാണ് എന്ന് മലായികത്ത് പറഞ്ഞു. അപ്പൊ ആദം നബിയുടെ മക്കൾ എന്ന പരസ്പരം തമ്മിൽ തച്ചുന്ന ഒരു ഏട്ടനെ അനിയും കൊന്നു അതിനകത്ത് കാണാം. അപ്പോ എതിര് പറയുന്നത് കൊണ്ട് നമ്മുടെ ശത്രുവാണ് എന്ന് വരില്ല. അപ്പൊ ഞാന് CH പരിചയപ്പെട്ട കഥ ആദ്യം പറയാം. ഞാൻ PDG പഠിക്കുമ്പോ ചന്ദ്രിക വീക്കിൽ അന്ന് നടത്തുന്നത് കാനേഷ് പൂനൂരാണ്. അപ്പൊ ഞാനതിലൊരു ചെറിയ കഥ എഴുതിയപ്പോ അടുത്ത ആഴ്ചത്തെ പത്രത്തിൽ തപാൽ പെട്ടിയില് എന്റെ കഥയെ കളിയാക്കിയിട്ട് ഒരു കത്ത് വന്നു. അപ്പൊ കത്ത് നല്ല തമാശ, എന്നെ വളരെ പരിഹസിച്ചില്ല. അപ്പൊ അതിനടിയിൽ പേര് കണ്ടത് മുഹമ്മദ് കോയ നടക്കാവുന്നു. അപ്പൊ എന്നോട് കാനേഷ് പറഞ്ഞു അത് CH എഴുതിയ ചീഫ് എഡിറ്ററാ. ഞാൻ PDG പഠിക്കുന്ന ഒരു പയ്യന്റെ കഥ വായിച്ചിട്ട് അതിനെ കളിയാക്കിയിട്ട് എഴുതിയിരിക്കുക. അപ്പൊ ഞാൻ കാനേഷിനോട് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു എനിക്ക് CH ഒന്ന് കാണണം. അങ്ങനെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ പരിചയപ്പെടുന്നു. അപ്പോ അതെന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നു. അപ്പൊ എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ മൂത്താപ്പ കോയക്കുട്ടിയാജെ മൂപ്പർക്ക് അറിയാം. അപ്പൊ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ മൂത്താപ്പ ഞങ്ങളുടെ വലിയ ശത്രു, ലീഗുകാർക്ക് സംഭാവന കൊടുക്കൂല, ലീഗ് എന്ന് കേൾക്കാൻ വയ്യ കോയക്കുട്ടിയായിരിക്കും. മൂപ്പര് വലിയ കോൺഗ്രസ്, മുഹമ്മദ് അബ്ദുറഹിമാന്റെ ഒക്കെ ബാക്കി.
അവൻ എന്നോട് പറഞ്ഞു, പക്ഷെ കോയക്കുട്ടിയാജി എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്താ, മൂപ്പരുടെ എതിർപ്പിന് ഒരു ഇഖ്ലാസ് ഉണ്ട്. ഞങ്ങൾക്ക് സംഭാവന തരൂല എന്നുള്ളത് ശരി, ഞങ്ങളോട് യാതൊരു കാര്യം പറയില്ല, ഒരു ശുപാർശയ്ക്ക് മൂപ്പര് വരൂല, ആരെയും അയക്കൂല, ഞങ്ങളോട് ഒരു ബന്ധുവില്ല. പക്ഷെ അതിനെ ഞാൻ ബഹുമാനിക്കും എന്നും പറഞ്ഞാണ് ഞാനും CH ആയിട്ടുള്ള ചെറിയ ബന്ധം തുടങ്ങുന്നത്. അപ്പോ CH ഞാൻ കാണുമ്പോ അവിടെ പത്രാധിപരാണ്. ഏത് തരം പത്രാധിപരാണ് നോക്കാം. നിങ്ങൾ വിശ്വസിക്കുമോ, അഹമ്മദികൾ ചന്ദ്രിക പത്രത്തില് ജോലി ചെയ്തു? മുസ്ലിം ലീഗിന്റെ പഴയ ചരിത്രം എടുക്കുമ്പോൾ ലീഗ്, ഇപ്പൊ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ലീഗ് 48 മാർച്ച് 10 മദുരാശിയിലെ രാജാജി ഹാളിൽ രൂപം കൊണ്ട സാധനം, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ പേര് മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം ഷിയാക്കള് മുസ്ലിങ്ങളല്ല എന്ന് അന്നും ഇന്നും അഭിപ്രായമുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞൊന്നും കേൾക്കണ്ടോ. ഇതൊക്കെ മുസ്ലിമാരോട് ചോദിക്കുക, ഇങ്ങനെ അഭിപ്രായമുള്ള ആളുണ്ടോ? അഹമ്മദികൾ പക്ഷേ കാഫറാണ് എന്ന് നിങ്ങൾക്ക് ഒരുമാതിരി ആൾക്കൊക്കെ അഭിപ്രായം ഉണ്ടാവും. 1936 സഫറുല്ലാ ഖാൻ എന്നൊരു അഹമ്മദി ആയിരുന്നു ലീഗിന്റെ പ്രസിഡന്റ്. എങ്ങനെയുണ്ട്? അപ്പോ അന്ന് വലിയ വിവാദമായി. സഫറുല്ലാ ഖാൻ വിഭജനം കഴിഞ്ഞ് പാകിസ്ഥാനിലായിരുന്നു. UN-ലെ ലോക കോടതിയുടെ ചെയർമാനായിരുന്നു. പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു. കാരണം അന്ന് പാകിസ്ഥാൻ വരുമ്പോ അഹമ്മദികൾ കാഫറാണെന്നില്ല, അഹമ്മദികൾ അമുസ്ലിം ന്യൂനപക്ഷമാണ് എന്ന് വരുന്നത് 1973 ഹൂട്ടോ കൊണ്ടുവരുന്ന ഒരു ബില്ല് അനുസരിച്ച്. അപ്പോ ചന്ദ്രികയിൽ ഒരു പത്രാധിപരുണ്ട്, അദ്ദേഹത്തിന് ഒരു V അബ്ദുൽ ഖയ്യൂം. അദ്ദേഹം അഹമ്മദി. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ എഴുത്തുകാരനാണ്, പരിഭാഷകനാണ്. അദ്ദേഹം ഒരു സൈക്കിളിന്റെ മുകളിലാണ് വരിക. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടതാ. CH അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ഉപ്പാപ്പാന്ന് വിളിക്കുക. വലിയ പണ്ഡിതൻ, പ്രായമുള്ള. അപ്പോ V അബ്ദുൽ ഖയ്യൂം മരിച്ചപ്പോ CH അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ഒരു ലേഖന പരമ്പര എഴുതി. 2 ലക്കം വന്നപ്പോ പാർട്ടി ഇടപെട്ട് അത് തടഞ്ഞു. ഇത് ചീഫ് എഡിറ്റർ ലേഖന പരമ്പര, കാരണം അഹമ്മദിയെ പറ്റി എഴുതുന്നു. ഈ അഹമ്മദിയെ പറ്റി ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് നിശ്ചയമില്ലാത്ത ഒരു പത്രാധിപരാണ് CH മുഹമ്മദ് കോയ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയുടെ ഒരു ചെറിയ സൂചനയാണ് ഞാൻ പറയുന്നത്. ആളുകളെ ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ എതിരഭിപ്രായങ്ങളുടെയോ പേരിൽ വെറുക്കുകയോ അകറ്റുകയോ ചെയ്യുന്ന ഒരു പത്രാധിപരല്ല CH മുഹമ്മദ് കോയ. ഞാൻ വേറെ ഒരു തമാശ ഇന്നിപ്പോ ഇവിടെ അധികമുള്ളത് മുസ്ലിം ലീഗുകാരായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കാം, മുസ്ലിം ലീഗിനെതിരായിട്ടോ അതിലേതെങ്കിലും ഒരു നേതാവിനെതിരായിട്ടോ ഒരു ലേഖനം ചന്ദ്രയിൽ വരാൻ പാടുണ്ടോ? ഇല്ലല്ലോ. CH പത്രാധിപരായിരിക്കും. ദേശാഭിമാനിയിലോ കേരള കൗമുദിയിലോ മാതൃഭൂമിയിലോ ലീഗിനെതിരായിട്ടോ CH-നെതിരായിട്ടോ വല്ല ലേഖനം വന്നാൽ അത് മുറിച്ചിട്ട് ചന്ദ്രയെ കൊടുക്കും. അങ്ങനെ ഒരു പന്തി ഉണ്ടായിരുന്നു ചന്ദ്രികയിൽ. ഉണ്ടോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. CH ഇങ്ങനെ കത്തിരോണ്ട് അത് മുറിച്ചിട്ട് അതിന്റെ മുകളിൽ സഹജീവി പറയുന്നു എന്നാ പങ്ക്തിയുടെ പേര്. അങ്ങനെ ഒരു ലേഖനം വന്നാൽ അപ്പൊ CH-ന്റെ നിലപാടെന്ന് വെച്ചാൽ ലീഗിനെതിരായിട്ടുള്ള എല്ലാ വിമർശനവും ലീഗുകാർ കാണും കേൾക്കും വേണം. അത് വായിക്കാൻ വേണ്ടി ലീഗുകാർ വേറെ പത്രം വായിക്കണ്ടേ, ചന്ദ്രിക വായിച്ചാൽ മതി. അല്ല പത്രാധിപരല്ലേ? പിന്നെ CH-നെ പറ്റി വല്ല വിമർശനമുണ്ട്, അദ്ദേഹം ചിരിക്കും. അത്യാവശ്യം തോന്നിയാൽ മറുപടി എഴുതും. അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയാം. ഉണ്ടോ? നല്ല മാതൃകാപുരുഷനായ നേതാവല്ലേ? ഞാൻ വേറെ ഉദാഹരണം പറയാം.
CH സാംസ്കാരിക വകുപ്പ് തുടങ്ങിയ CH വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉപവകുപ്പായിട്ടാണ് തുടങ്ങിയത്. അന്ന് കേരള സാഹിത്യ അക്കാദമിയിലേക്ക് അദ്ദേഹം പള്ളിക്കര VP മുഹമ്മദിനെ നോമിനേറ്റ് ചെയ്തു. പള്ളിക്കര VP മുഹമ്മദ് സോഷ്യലിസ്റ്റ്, നല്ല തമാശയായിട്ട് പ്രസംഗിക്കുന്ന ആളാ. അദ്ദേഹം ലീഗിനെ നിശിതമായി വിമർശിക്കും, പ്രത്യേകിച്ച് CH വിമർശിക്കും. ഇങ്ങനെ അദ്ദേഹം വടകരയിലും വില്യാപ്പള്ളിയിലും കൊയിലാണ്ടിയും കോഴിക്കോട്ടൊക്കെ ലീഗിനെയും CH വിമർശിച്ച് നടക്കുന്ന സമയത്താണ് CH ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നത്. എങ്ങോട്ട്? സാഹിത്യ അക്കാദമിയിലേക്ക്. വലിയ പ്രശ്നമല്ലേ? അപ്പൊ അവിടുന്ന് ലീഗുകാര് ഒരു ഡെലിഗേഷൻ വന്നു, CH പോയി പറഞ്ഞു, കോയ സാഹിബ്, അങ്ങനെ ഒരു വിളിക്കുക, കോയ സാഹിബ് ഇങ്ങനെ ചെയ്യരുത്. എന്താ VP കോയ സാഹിബിനെ അറിയേണ്ടതാണ്. എന്താ? എനിക്കറിയാം, പ്രസംഗിക്കുന്നതൊക്കെ എനിക്കറിയാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പള്ളിക്കര VP മുഹമ്മദിന് സാഹിത്യ അക്കാദമി മെമ്പർ ആവാൻ അർഹതയില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എന്നാ അത് പറയും. അങ്ങനെ അഭിപ്രായം എന്നാ പൊക്കോളാൻ പറഞ്ഞു. അപ്പോ CH വിമർശിച്ചോ, ലീഗിനെ വിമർശിച്ചോ, ഇതൊന്നും അല്ല ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ സാഹിത്യ അക്കാദമിയിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ഉള്ള മാനദണ്ഡം എന്ന് വിചാരിച്ചിരുന്ന ഒരു നേതാവിന്റെ പേരാണ് CH മുഹമ്മദ് കോയ. നമുക്ക് പറ്റില്ല, പറ്റുമോ? അദ്ദേഹത്തിന്റെ രീതിയൊന്നും പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത് KM സീതി സാഹിബ്. അപ്പോ ഈ പാർട്ടിക്ക് പുറത്ത്, ഈ മുന്നണിക്ക് പുറത്ത് എല്ലാ ആളുകളുടെയും അംഗീകാരവും ആദരവും നേടിയ രണ്ട് നേതാക്കന്മാരാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അതൊരാളുടെ പേര് KM സീതി സാഹിബ്, വേറെ ഒരാള് CH മുഹമ്മദ് കോയ. CH വളർത്തിയതും പോറ്റിയതും നേതാവാക്കിയൊക്കെ ഇവിടെ ചിത്രം കാണുന്ന മാതിരി സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. പക്ഷേ CH മാതൃകാ പുരുഷൻ, CH നോക്കി പഠിക്കുന്നതൊക്കെ സീതി സാഹിബിന്. സീതി സാഹിബ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ ഏത് ജാതി നേതാക്കന്മാരാ. നമുക്ക് പറ്റാത്ത ആൾക്കാരാ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഞാൻ കാണിച്ചത് കൊടുങ്ങല്ലൂര് ഒരു വലിയ കുടുംബത്തിലാണ് സീതി സാഹിബ് പറഞ്ഞത്. കൊട്ടപ്പുറത്ത് സീതി മുഹമ്മദിന്റെ മകനാ സീതി സാഹിബ്. നമ്പൂരി മഠത്തിൽ നിന്നാ വീട്ടുപേര്, കാശിയാര. അതിന്റെ അപ്പുറത്ത് വേറെ ഒരു വീട്ടിൽ ഇദ്ദേഹം ജനിച്ച അതേ കൊല്ലം വേറെ ഒരുത്തൻ ജനിക്കുന്നുണ്ട്. 1898 രണ്ടാളും. ആ വീടിന് പേര് കറുകപ്പാടം. അവിടെ ജനിച്ചവന്റെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ. കേട്ടിട്ടുണ്ടാവില്ലേ? ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുവിന്റെ പേരാണ് ആര്? മുഹമ്മദ് അബ്ദുറഹിമാൻ. ഇവർ രണ്ടുപേരും കുടുംബക്കാരാ. ഇപ്പോഴും ആ സ്കൂൾ അവിടെ ബാക്കിയുണ്ട്, ഞാനത് പോയി കണ്ടിട്ടുണ്ട്. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 4ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിലാണ് സീതി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ ഇരിക്കുന്നത്. കേട്ടോ, വലിയ സുഹൃത്തുക്കളാണ്. എത്രയോ കാലം സീതി സാഹിബ് കോൺഗ്രസ് ആയിരുന്നു, അറിയാലോ. സീതി സാഹിബ് മദ്രാസിൽ മെമ്പർ ആയിരുന്നത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക്. അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു, വലിയ വിവർത്തകനായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയിരുന്നത് സീതി സാഹിബ. ചെറിയ ആളല്ല, മനസ്സിലായല്ലോ. അപ്പോ സന്ദർഭവശാൽ, സാഹചര്യവശാൽ അബ്ദുറഹിമാൻ കോൺഗ്രസിൽ തുടർന്നു. സീതി സാഹിബ് 34 ആകുമ്പോഴേക്ക് ലീഗ് രൂപം കൊള്ളുന്നത് 37-ലാണ്. പക്ഷെ ഇവരൊക്കെ ലീഗുകാരായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചെറിയ സംഭവം മാത്രമാണ് പറയുന്നത്. 34-ൽ സെൻട്രൽ അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണ്. ആര്? മുഹമ്മദ് അബ്ദുറഹിമാൻ മത്സരിക്കുന്നു. കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ കോൺഗ്രസ്സുകാരനായിട്ടല്ല മത്സരിക്കുന്നത് സ്വതന്ത്രനായിട്ട്. കാരണം അബ്ദുറഹിമാന്റെ വലിയ ദുരിതം, അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് 100 എതിർപ്പ് എന്നുണ്ട്. അവര് പറയാ അബ്ദുറഹിമാൻ ഒരു സാമുദായികവാദിയാണ്. ആ പാർട്ടിക്ക് പുറത്ത് എല്ലാവരും പറയാ അബ്ദുറഹിമാൻ ഒരു സമുദായ വഞ്ചകനാണെന്ന് പറയാ. മുസ്ലിങ്ങളുടെ ഇടയിൽ അബ്ദുറഹിമാൻ ഒരു സമുദായ വഞ്ചകൻ, കോൺഗ്രസുകാരുടെ ഇടയിൽ അബ്ദുറഹിമാൻ ഒരു സാമുദായികവാദിയാണ്. അങ്ങനെ ദുരിതം മാത്രം അനുഭവിച്ച് വളർന്നു വരുത്താൻ അബ്ദുറഹിമാൻ.
അപ്പൊ 34 മത്സരിക്കുന്നു. അപ്പോ ഗുജറാത്തിലെ കച്ചിൽ നിന്നൊരു നേതാവ് മലബാറിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പേര് സത്താർ സേട്ട്. അദ്ദേഹം ലീഗുകാരനാണ്. ഇവിടെ നിന്ന് ലീഗ് ആയിട്ടില്ല. ലീഗ് ഔപചാരികമായി രൂപം കൊണ്ടിട്ടില്ല. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സെൻട്രൽ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. ഇവര് തമ്മിലാ മത്സരം. അബ്ദുറഹ്മാനും സത്താർ സേട്ട്. സത്താർ സേട്ട് വലിയ പണക്കാരാണ്. അബ്ദുറഹ്മാന്റെ കയ്യിൽ പണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി? അദ്ദേഹം IAS പഠിക്കാൻ പോയതാ. പഠനം ഉപേക്ഷിച്ച് അലീഗഡ് പഠനം ഉപേക്ഷിച്ച് വരികയാണ്. പിന്നെ ഇവിടെ വന്ന് 1924 അദ്ദേഹം അൽ അമീൻ എന്നൊരു പത്രം സ്ഥാപിച്ചു. ആ പത്രം സ്ഥാപിക്കാൻ വേണ്ടി കുടുംബസ്വത്തൊക്കെ വിറ്റു. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ദേശാഭിമാനം സ്ഥാപിക്കാൻ വേണ്ടി EMSന്റെ കുടുംബസ്വത്ത് വിറ്റു. അതെല്ലാവർക്കും ഓർമ്മയുണ്ട്. അബ്ദുറഹ്മാൻ ആർക്കും ഓർമ്മയില്ല. കാരണം എന്താ? അബ്ദുറഹ്മാന് കുട്ടികളും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് സാധാരണ ഇതിൽ അത്യാവശ്യം ഒരു പേരല്ല അബ്ദുറഹ്മാൻ എന്നുള്ളത്. അപ്പൊ ആരും അത് ഓർക്കൂല. അബ്ദുറഹ്മാന്റെ കയ്യിൽ 10 പൈസയില്ല. പക്ഷെ മൂച്ചിനൊരു കുറവില്ല. അപ്പോ ഈ ഇവിടെയൊക്കെ നടക്കാൻ ഈ വലിയ മലബാറിൽ പല ഭാഗത്ത് പോകണം. അന്ന് ജന്മിമാർക്ക് മാത്രമേ വോട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇലക്ഷൻ പ്രവർത്തനത്തിന് അബ്ദുറഹ്മാന്റെ കയ്യിൽ കാറും സന്നാഹങ്ങളൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു? സീസായിനോട് പറഞ്ഞു, നീ എന്റെ കാറൊന്ന് കൊണ്ടാ. സീസായി വേഗം കാറ് കൊടുത്തു. അപ്പൊ അന്ന് മലബാറിൽ കാറ് വളരെ കുറവാ. സീസാഹിബിന്റെ ഒരു കറുത്ത ബ്യൂക്ക് കാറാണ്. ഇത് കാണുമ്പോൾ ലീഗുകാരൊക്കെ ഓടിക്കൂടും. കാരണം സീസായി വന്നിരിക്കാം. എന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആരാണ്? എതിർ സ്ഥാനാർത്ഥി. അപ്പൊ ഇവര് സീസാഹിബിന്റെ അടുത്ത് വലിയ പരാതി പറഞ്ഞു. സീസാഹിബ് എങ്ങനെ ചെയ്യരുത്, നമ്മളെ എതിർ സ്ഥാനാർത്ഥിക്ക് സ്വന്തം കാറ് കൊടുക്കരുത്. അപ്പൊ സീസാഹിബ് പറഞ്ഞേ, അത് എന്റെ കാർ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ വേറെ വല്ല വർത്താനം പറയണ്ട പറഞ്ഞ പൊക്കോളം പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അബ്ദുറഹ്മാൻ തോറ്റു. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് സീസാഹിബിന് കാറ് മടക്കി കൊടുത്തത്. എങ്ങനെയുണ്ട് സൗഹൃദം? തിരിയൂല. ഇന്ന് കേൾക്കുമ്പോ എന്ത് പൊട്ടന്മാരാണ് ഈ സീതി സാഹിബും CH വിചാരിക്കാൻ മാത്രം നമ്മൾ വളരെ വളർന്നുപോയി. ഇന്നിപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ്, അന്ന് കാറും പൈസയൊന്നും ഇല്ല, ആരുടെയും ഒന്നുമില്ല. ചന്ദ്രയൊക്കെ തലശ്ശേരി പോയി സ്ഥാപിക്കാണ് സീതി സാഹിബ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇവര് വേറെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്, വേറെ ഒരു സമ്പ്രദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോ CH ഉണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകത, അദ്ദേഹത്തിന് സാഹിത്യത്തോട് വലിയ ഭ്രമമായി. താൻ ഒരു നേതാവാണ് എന്നോ പ്രസംഗകനാണ് എന്നോ നല്ല ഭരണാധികാരിയാണ് എന്നോ ഒന്നും പറഞ്ഞു കേൾക്കാൻ CH മോഹമില്ല. CHന്റെ മോഹം എഴുത്തുകാരനാണെന്ന് പറഞ്ഞു കേൾക്കാനാ. അത് എഴുത്തുകാരനായിരുന്നു കേട്ടോ. 10-30 പുസ്തകമുണ്ട്. അത് ലീഗുകാർ പുസ്തകം വായിക്കാറുണ്ടോ എന്ന് CH പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞ ദേഷ്യം വരും. എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് ബഷീറിന്റെ ഒരു പുസ്തകം 1951 വന്ന പുസ്തകം. ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി അത് പാഠപുസ്തകമാക്കി 10ാം ക്ലാസ്സിൽ. വലിയ എതിർപ്പായിരുന്നു. എല്ലാ പാർട്ടിയും എതിർത്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു. കാരണം മുണ്ടശ്ശേരി കൃത്യം പാർട്ടിക്കാരനല്ല. അദ്ദേഹം അവരുടെ കൂടെ മത്സരിച്ചു. അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ്. മഹാപണ്ഡിതൻ, വലിയ വിമർശകൻ, വലിയ പ്രഭാഷകൻ. അതിനെ പറ്റിയൊരു തമാശ എന്താ വെച്ചാല്, ഇത് നിയമസഭയിൽ വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം വന്നപ്പോ സ്പീക്കർ ചോദിച്ചു, ആരാണ് ഈ ബുക്ക് പാഠപുസ്തകമാക്കിയത്? അപ്പൊ മുണ്ടശ്ശേരി എണീറ്റിട്ട് പറഞ്ഞു, അത് ഈ ഭാഷയിലെ ഒരു നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരിയാണ് ചെയ്തതെന്ന്. തീർന്നു. ഞാനാന്നല്ല, മന്ത്രിയാന്നല്ല, അത് നിരൂപകൻ മുണ്ടശ്ശേരി ചെയ്താന്ന്. കുറ്റം പറയാനോ ഒരു മടിയും പേടിയില്ലാത്ത ഒരുത്തനാണ്. CH പ്രസംഗിക്കുക. CHന്റെ പ്രസംഗം എന്ന് പറഞ്ഞാലേ ഞങ്ങളൊക്കെ പോയി, ഞങ്ങളൊന്നും ലീഗുകാരല്ല. എത്ര വലിയ ആളാണെങ്കിൽ അവസാനത്തെ പ്രസംഗമാണ് CHന്റെ. അത് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഒരു മഹാസമ്മേളനം ഉണ്ടായിരുന്നു. അത് ജാഥ വന്നിട്ട് നിങ്ങൾക്ക് വലിയ അഭിമാനം തോന്നും. ഞാനത് CHന്റെ പ്രസംഗം കേൾക്കാൻ പോയതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ജാഥ വേണ്ട, ജാഥ പിരിച്ചുവിടാ CH. കാരണം നമുക്ക് ഇവിടെ സ്ഥലമല്ല, കോഴിക്കോട് നഗരത്തിൽ ഇരിക്കാൻ നിൽക്കാനും വയ്യാതെ ഇനി ജാഥ വേണ്ട, ഒക്കെ പൊക്കോളാൻ പറഞ്ഞു CH. എന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് 12 മണിക്ക്. എനിക്ക് ഓർമ്മയുണ്ട്. ആള് പോയിട്ട് ജാഥ ഒന്നും വേണ്ട, CHന്റെ പ്രസംഗം കേൾക്കുന്നു. അപ്പൊ CH ഇതിനെ പറ്റി പ്രസംഗിക്കാം. എന്താ പറഞ്ഞ,
ബഷീറിന്റെ പുസ്തകത്തെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു. എന്താ കാരണം? അവരത് വായിച്ചു, അവർക്കത് മനസ്സിലായി, അതുകൊണ്ടാണ് എതിർത്തത്. കോൺഗ്രസ്സുകാർ എതിർത്തു. എന്താ കാരണം? അവരത് വായിച്ചു, അവർക്കത് മനസ്സിലായില്ല. മുസ്ലിം ലീഗുകാർ എതിർത്തു. എന്താ കാരണം? അവരത് വായിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ലീഗുകാരെ കളിയാക്കി പറയാറുള്ള, ഞാൻ വിചാരിച്ചു ലീഗുകാരെ കളിയാക്കും വല്ല അടിയും വരുന്നുണ്ടെന്ന് നോക്കുന്നു. വീട്ടിൽ നീ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് അവൻ പുറകിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ അദ്ദേഹം മീറ്റിങ്ങിലൊക്കെ പറയുന്നതാണ്. CH വലിയ തീറ്റിപ്രയാണ്. ഡയബറ്റീസിന്റെ മൂത്താപ്പയാണ്. പക്ഷേ ഭക്ഷണത്തിൽ യാതൊരു നിയന്ത്രണമില്ല. എനിക്ക് സങ്കടം തോന്നുകയാണ്. അവസാനം 83 ഹൈദരാബാദിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് അന്ന് ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ട്. അവിടെ അന്ന് NT രാമറാവുവിന്റെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നതെന്ന് എൻ്റെ ഓർമ്മ. ഇവിടെ വലിയ സിനിമ നടനും നേതാവും ഒക്കെ ആയിരുന്ന NTR. അപ്പോ ഈ അദ്ദേഹത്തിന്റെ ഭക്ഷണപ്രിയത എന്ന് പറഞ്ഞത് വളരെ, ഞാൻ പറഞ്ഞ, കുപ്രസിദ്ധമാണ്. കാരണം മരുന്ന് കഴിക്കാൻ വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. മകൻ ഡോക്ടറാണ്. അപ്പോ ഈ മധുരം കഴിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ അളവില് ചന്ദ്രികയിൽ പല തമാശകളുമാണ്. അപ്പൊ ഇദ്ദേഹം CH വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്കുന്ന ശീലമൊന്നുമില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു സിഗരറ്റ് ഇങ്ങനെ. അപ്പം അത് വല്ലപ്പോഴൊക്കെ ഞാൻ അന്ന് ധാരാളം ചന്ദ്രിക പോകും. ചന്ദ്രിക പോകുന്നതിൻ്റെ ഒരു കാര്യം, ഈ അവിടെ CH ഉണ്ടെങ്കിൽ കാണാം എന്നുള്ള വെച്ചാൽ ഇങ്ങനെ എപ്പോഴും അനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ ഇത് തന്നെ പറഞ്ഞത്, എഴുതുന്നുണ്ടല്ലേ, എഴുത്ത് പഠനത്തെയും ബാധിക്കരുത്, പഠനം എഴുത്തിനെയും ബാധിക്കരുത്. ഞാൻ എന്നെ കൊണ്ട് ആ പോലെ പഠിച്ചു വെച്ചു. എഴുത്ത് പഠനത്തെയും ബാധിക്കരുത്, പഠനം എഴുത്തിനെയും ബാധിക്കരുത്. അവിടെ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പൊ മാനേജർ എന്ന് പറഞ്ഞ വയസ്സായ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ അദ്ദേഹത്തിനൊക്കെ തമാശയാണ്. ഈ മാസം ശമ്പളം കൊടുക്കാൻ ഞെരുങ്ങും. അപ്പൊ ഉടനെ CH പറഞ്ഞ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ അവിടെ ആ ചുമരുമ കാണുന്നത് ഒരു കടലാസ് എഴുതി എല്ലാവർക്കും കൊടുത്തേക്കാൻ പറയാം. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ അതിന്റെ തൊട്ടപ്പുറത്ത്, റോഡിന്റെ അപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. അതിന്റെ ചുമരിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. ഇത് ഒരു കടലാസ് എഴുതിയിട്ട് ചന്ദ്രികയുള്ള എല്ലാവർക്കും കൊടുത്താൽ മതി. ഇങ്ങനെയാണ് എല്ലാം. അതായത് ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. വലിയൊരാളാണ്. ഇപ്പോ ഞാൻ വേറെ ഉദാഹരണം പറയാം. ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനം തോന്നിയ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരിടയ്ക്ക് ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആളുകൾക്ക് ഓർമ്മയുള്ളത് CH വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. ആഭ്യന്തരമന്ത്രിയാവുമ്പോൾ തിരൂരിൽ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതക കേസിൽ പ്രതികള് മുസ്ലിം ലീഗുകാരെ. അപ്പോ ലീഗുകാരനായ ആഭ്യന്തരമന്ത്രി ഉള്ളപ്പോ ലീഗുകാരായ വലിയ പണക്കാരാണ് ഇത് പ്രതികൾ. രണ്ടുപേരെ കൊന്നു. അതൊരു ടെക്സ്റ്റൈൽ ബിസിനസിന്റെ മത്സരത്തിൽ വന്നത്. എന്തൊക്കെ പ്രശ്നം? CH പറഞ്ഞത് രണ്ടാളെയും ഉടൻ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് വന്നൊരു സ്റ്റേറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മുസ്ലിം ലീഗുകാരന്റെ കസാല പോലീസ് സ്റ്റേഷനിലല്ല, അത് ലീഗ് ഓഫീസിലാണ്. മനസ്സിലാവുണ്ടോ? മുസ്ലിം ലീഗുകാരന്റെ കസാല പോലീസ് സ്റ്റേഷനിലില്ല. അവരുടെ ഒരു നേതാവ് ഇവിടെ ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ലീഗുകാരനും വേണ്ട. ഇതിനെയാണ് നീതിബോധം എന്നും രാഷ്ട്രീയം എന്നൊക്കെ ഞങ്ങളാ ചിലർ പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നീട് ഇപ്പോ ആഭ്യന്തരമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേതാവ്, അല്ലേ?
ആലോചിക്കൂ, ഈ രാഷ്ട്രീയ കൊലപാതകോ പിന്നെ CH ആഭ്യന്തരമന്ത്രിയാവുമ്പോ ഞാൻ ലീഗുകാരനാണ്, എന്റെ നേതാവാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള ആ കണക്കിൽ ഒരുത്തന്റെ കൈ പൊന്തു. അങ്ങനെയില്ല. ഇപ്പൊ ലീഗുകാരും ഒരു അക്രമം ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പാർട്ടിയുടെ മന്ത്രിയുടെ നേതാവിന്റെ പിന്തുണ അതിനുണ്ടായിരുന്നിട്ടില്ല. ആരും അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വർഗീസിനെ വെടിവെച്ച് കൊല്ലുമ്പോ ആഭ്യന്തരമന്ത്രി CH 1970 ഫെബ്രുവരി 15 വർഗീസിനെ വെടിവെച്ച് കൊന്നത്. അന്ന് ആഭ്യന്തരമന്ത്രി CH ആണ്. CH ആണ് അതിന്റെ കുറ്റവാളി എന്ന് CH-ന്റെയോ ലീഗിന്റെയോ ഒരു ശത്രു ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കരുണാകരന്റെ കണക്കിൽ എഴുതും. കാരണം CH-ന് ഈ പരിപാടിയൊന്നുമില്ല. മനസ്സിലായോ? ഏതുതരം പിന്നെ നിങ്ങളെ പാർട്ടിക്ക് ആഭ്യന്തരം കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയിട്ടില്ല. അപ്പോ പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ പരാതിയായിരുന്നു. എന്താ വെച്ചാല് CH-ന് വലിയ പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തു. അതൊന്നും മോശമായി, അദ്ദേഹം ഒന്നും മോശമാക്കിയില്ല. അദ്ദേഹം ഇവിടെ ആഭ്യന്തരമോ വിദ്യാഭ്യാസമോ കൈകാര്യം ചെയ്യേണ്ട ഒരാളായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായി കേട്ടോ. നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്, നിങ്ങൾ ഏത് സുന്നി, മുജാഹിദ്, ജമാഅത്ത്, അഹമ്മദ് ഏത് വിഭാഗം ഞാൻ നോക്കുന്നില്ല, ഇവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു തോന്നല്, ആധുനിക മതേതര വിദ്യാഭ്യാസം ആവശ്യമില്ല എന്നൊരു തോന്നല് ഇവിടുത്തെ മതപൗരോഹിത്യം കൊണ്ടുവന്നതാണ്. ഇതിനെ എതിർക്കുന്ന ആദ്യത്തെ പ്രസ്ഥാനത്തിന്റെ പേര് മുസ്ലിം ഐക്യസംഘം. അതിന്റെ സെക്രട്ടറിയുടെ പേര് KM സീതി സാഹിബ്. നിങ്ങൾ വിചാരിച്ച മാതിരി അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹത്തിന്റെ ബാബ കൊട്ടപ്പുറത്ത് സീതി മുഹമ്മദ് അതിന്റെ വലിയ പ്രവർത്തകരായിരുന്നു. നിങ്ങൾ ദയവായി ഓർത്തിരിക്കുക, ഈ മുസ്ലിം ഐക്യസംഘത്തിന്റെ സ്വത്തുക്കള്, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് 1948 ഫാറൂഖ് കോളേജ് സ്ഥാപിച്ചത്. ആ ഫാറൂഖ് കോളേജിന്റെയും ആദ്യത്തെ സെക്രട്ടറിയുടെ പേര് KM സീതി സാഹിബ്. ഇവിടുന്ന് ചില്ലറ പണിയെല്ലാം എടുത്തു. CH എന്നോട് പറഞ്ഞൊരു രംഗം ഞാൻ പറയാം. വണ്ടൂർ ഭാഗത്തൂടെ ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് സീതി സാഹിബ് കാറിൽ വരിക. അതിനെപ്പറ്റി CH-നോട് സംസാരിക്കാണ് സീതി സാഹിബ്. എന്താണ്? സ്കൂള് വിട്ട് മുസ്ലിം പെൺകുട്ടികൾ സ്ലേറ്റും ഈ തട്ടൊക്കെ ആയിട്ട് ചാറ്റല് മഴ കൊള്ളുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഓടുന്ന രംഗം അത് കണ്ടിട്ട് സീതി സാഹിബ് കാറിലിരുന്ന് കരഞ്ഞുപോയി. കാരണം സ്കൂളിൽ പോവാണല്ലോ മുസ്ലിം പെൺകുട്ടി. അന്ന് ഇതൊക്കെ ഹറാമാണെന്ന്. ഹറാം എന്നുള്ള വാക്കല്ല പറഞ്ഞ, കറാഹത്ത് എന്നുള്ള വാക്കാ പറഞ്ഞു. 1934 മണ്ണാർക്കാട് ചേർന്ന സമസ്തയുടെ സമ്മേളനത്തിലെ പ്രമേയം പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കുന്നത് അനഭിലഷണീയമാണ്, കറാഹത്താണ്. ഫാറൂഖ് കോളേജ് വന്ന് 48 വന്നു. 7 കൊല്ലം കഴിയുമ്പോ KA ജലീൽ പ്രിൻസിപ്പലാവും. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി 9ാമത്തെ കൊല്ലാണ് ഫാറൂഖ് കോളേജിൽ ഒരു പെൺകുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇവരൊക്കെ ഉണ്ടെന്ന് സീതി സാഹിബ് 61 മരിക്കുന്നു. അപ്പൊ അന്ന് പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്ന് പറഞ്ഞിട്ടാണ് ഫാറൂഖ് കോളേജ് വരുന്നത്. അതിന്റെ ആശയം കൊണ്ടുവരുന്നത് അബു സബാഹ് എന്നൊരു മൗലവി. ആ പേരൊക്കെ മറന്നു, ആളുകൾ മറന്നു. അതാണ് റോത്തുലൂർ സ്ഥാപിക്കുന്ന ഫാറൂഖ് കോളേജ്, ഫാറൂഖ് ക്യാമ്പസിൽ. അപ്പോ ഈ ആധുനികവും മതേതരവുമായ വിദ്യാഭ്യാസം വേണം. എന്താ കാര്യം വളരെ ലളിതമായിരുന്നു. ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരിക്കലും CH എന്നോട് പറഞ്ഞൊരു കാര്യം. ഞാൻ എന്തോ ഇങ്ങനെ തർക്കിച്ചപ്പോ എന്നോട് പറഞ്ഞു, കാരശ്ശേരി മുസ്ലിങ്ങളായ വകയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. പിന്നെന്താ? മുസ്ലിങ്ങളായ വകയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടം വരുന്നത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. കണ്ടോ? കാര്യം മനസ്സിലാവുണ്ടോ? കാരണം 47 ഇന്ത്യ വിഭജിച്ചു. ചില്ലറ അന്യായമല്ല കേട്ടോ.
ഒരാഴ്ച കൊണ്ട് കലാപത്തിൽ മരിച്ചത് 1,00,000 ആളുകളാണ്. അത്രയും സമയം കൊണ്ട് അഭയാർത്ഥികളായി തീർന്നത് 10,00,000 ആളുകളാണ്. സാമാന്യമായി പറഞ്ഞാൽ മലബാറിൽ ആരും പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. ഈ സത്താർ സേട്ട് മാത്രമേ പോയിട്ടുള്ളൂ. സത്താർ സേട്ടിന്റെ വിധി നിർഭാഗ്യവശാൽ വളരെ കഷ്ടമായിരുന്നു. സത്താർ സേട്ട് മുഹമ്മദ് അലി ജിന്നയുടെ സുഹൃത്തായിരുന്നു. അവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം ചെന്ന ഉടനെ പാകിസ്ഥാനിലേക്ക് ഈജിപ്തിലേക്ക് അംബാസഡറാക്കി അയച്ചു. അത് കഴിഞ്ഞ് വരുമ്പോ അദ്ദേഹത്തിന് അവിടെ യാതൊരു വേരുമില്ല. അദ്ദേഹത്തെ ആ ഭാഗത്തുള്ള ആളുകൾ അറിയുന്നില്ല. പിന്നീട് എന്തൊക്കെ ആയിട്ട് അദ്ദേഹം കുറച്ചു കാലം ശ്രീലങ്കയിൽ ഹൈക്കമ്മീഷണറായി. പിന്നെ തിരിച്ച് ഓർമ്മ ശരിയാണെങ്കിൽ കറാച്ചിയിലാണ് വന്ന് ഏതോ ഒരു കള്ളന്മാര് വീടാക്രമിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു. അങ്ങനെ വളരെ ദയനീയമായി ഒറ്റപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് വലിയ പണക്കാരനായ സത്താർ സേട്ട്, കച്ചിലെ വലിയ പ്രഭുവായിരുന്ന സത്താർ സേട്ട് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥയൊക്കെ ഇന്നും ഭാഗ്യവശാൽ ജീവിച്ചിരിപ്പുള്ള BM കുട്ടി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. BM കുട്ടി തിരൂർക്കാരൻ, പാകിസ്ഥാൻ മലയാളി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യരൂപീകരണത്തിന്റെ വകയിൽ ഇവിടെ ഒറ്റപ്പെട്ട് അന്യവൽക്കരിക്കപ്പെട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് കേട്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗർക്കുണ്ട്. ഈ ഘട്ടത്തിലാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ബാഫക്കി തങ്ങൾ, സിദി സാഹിബൊക്കെ കൂടിയിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്നു 1906 ഡാക്കയിൽ ഉണ്ടായിരുന്നു. ഇത് അതിന്റെ തുടർച്ചയല്ല, ഇതൊരു പുതിയ രാജ്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയാണ് ഇപ്പോ നിങ്ങളുടെ പാർട്ടി. അതിന്റെ അടിസ്ഥാന ലക്ഷ്യം ഈ മുഖ്യധാരയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. വളരെ ശ്രദ്ധിക്കണം. അതായത് ഇവര് പിന്നോക്ക സമുദായമാണ്, ന്യൂനപക്ഷമാണ്, പ്രത്യേകിച്ച് സമ്പത്തും സൗകര്യങ്ങളും കുറഞ്ഞ ആളുകളാണ്, എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും വേറിട്ട് നിൽക്കണം എന്നല്ല, മുഖ്യധാരയുടെ കൂടെ നിൽക്കണം എന്നാ വിചാരിച്ചത്. ആ മുഖ്യധാരയുടെ കൂടെ നിന്നതിന്റെ അതിന്റെ സദ്ഫലങ്ങൾ സിദി സാഹിബ്, CH നേതൃത്വം കൊടുത്ത പ്രവണതയുടെ സദ്ഫലങ്ങളാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങൾ അന്ന് അനുഭവിച്ചത്, ഇന്നും അനുഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മതരാഷ്ട്രവാദം, മതതീവ്രവാദം, മതഭീകരവാദം തുടങ്ങിയുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ഈ സമുദായം എന്ന് ആലോചിക്കുക. ഈ പാർട്ടിക്ക് പുറത്ത്, സമുദായത്തിന് പുറത്ത്, മുന്നണിക്ക് പുറത്ത് എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന ആളുകളായിരുന്നു സിദി സാഹിബും CH. അവരെല്ലാ വർത്തമാനം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കല്ലേ, 57 CH 30ാമത്തെ വയസ്സിൽ MLA. ചെറിയ കാര്യമല്ല, പ്രീ യൂണിവേഴ്സിറ്റി മാത്രം പഠിച്ചു കൊടുക്കണം. അതെ, അവിടെ പ്രസംഗിക്കുന്ന ആദ്യത്തെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ഈ സഭയിൽ 6 പേരുണ്ട്, ഞങ്ങൾ അപ്രാപ്തരാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം, ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് നിങ്ങൾ കേൾക്കുകയില്ല. എങ്ങനെ? ഞങ്ങൾ അപ്രാപ്തരാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം, അഴിമതിക്കാരാണ് എന്ന് നിങ്ങൾ കേൾക്കുകയില്ല. ഇന്ന് നിങ്ങളുടെ എത്ര നേതാക്കന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ആലോചിച്ചു. ഏത് പാർട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന നേതാക്കന്മാരുടെ ആലോചിച്ചു. CH മുഹമ്മദ് കോയ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്ന് മാതൃഭൂമി റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ ചങ്ങാതി 10 പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും മനസ്സിലാക്കുന്നത്. മാതൃഭൂമിയിൽ ഈ വീടിന്റെ ഫോട്ടോ വെച്ച് വാർത്ത വരാം. ആദ്യത്തെ പ്രതികരണം എന്താണെന്നറിയോ? അത് മുസ്ലിം വിരോധം കൊണ്ട്, ലീഗ് വിരോധം കൊണ്ട് മുത്തശ്ശി പത്രം, ആ പേര് CH ഇട്ടാണ്. മാതൃഭൂമിക്ക് മുത്തശ്ശി പത്രം എന്നുള്ള പേര് CH ഇട്ടത്. മുത്തശ്ശി പത്രം കൊടുത്താൽ ഭയങ്കര ബഹളായിരുന്നു. അപ്പൊ മുനീർ അന്ന് പഠിക്കുക.
മുനീറിനോട് ചോദിച്ചു, മുനീർ പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണ് ആ പ്രശ്നം തീർന്നത്. അതായത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചിലര് അതായത് CHന്റെ വീടിന്റെ ലോൺ അടക്കേണ്ട പണി ഉഴപ്പിയിട്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ആരും അറിയിച്ചില്ല, CH ആരും അറിഞ്ഞിട്ടില്ല, ലീഗുകാർ അറിഞ്ഞിട്ടില്ല. മാതൃഭൂമിക്ക് അങ്ങനെയാണ് ആ വീട് രക്ഷപ്പെട്ടത്. അപ്പോ അദ്ദേഹത്തെ പറ്റി ഈ തരത്തിൽ ഒരാളും ഒന്നും വിമർശിച്ച് പറയില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്താ കാരണം വെച്ചാൽ 79-ല് CH മുഖ്യമന്ത്രി ആവുമ്പോ ആ സഭയിൽ CH അടക്കം ലീഗിനുള്ളത് 11 മെമ്പർമാരാണ്. CH അടക്കം 11 മെമ്പർമാരാണ് 140 അംഗ സഭയിലുള്ളത്. അതിലാണ് CH മുഖ്യമന്ത്രി ആവുന്നത്. 2 മാസത്തേക്കാണ്, ആയിക്കോട്ടെ, 1 ദിവസത്തേക്ക് ആയിക്കോട്ടെ. അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയാൻ ഒരാളും അതിലൊരു അവമതി ഉണ്ട്, അതൊരു അന്തല്ല എന്ന് വിചാരിച്ചിട്ടില്ല. ആ വ്യക്തിമഹത്വങ്ങൾ. ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. ഗംഗാധരമാരായിരുന്ന ഒരാള് CHനെ ആക്രമിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ആസിഡ് ബൾബ് എറിഞ്ഞു. വലിയ പ്രശ്നമായി. ആസിഡ് ബൾബ് എറിഞ്ഞിട്ട് CH ഇങ്ങനെ വാതിലെടുത്ത് നിൽക്കുക. അപ്പൊ ആരോ കാണാൻ വന്നിട്ടെന്ന് പറഞ്ഞു, വരാൻ പറയുന്നു. അപ്പൊ CH അവിടെ നിൽക്കുക. മിക്കവാറും ഞാൻ ഊഹിക്കുന്നത് അദ്ദേഹം വല്ലപ്പോഴും ഭരിക്കുന്ന സിഗരറ്റ് വെച്ച് നിൽക്കുകയായിരിക്കും അവിടെ, വല്ലപ്പോഴും. ഇയാൾ വരല്ലോ, ആസിഡ് ബൾബ് എറിയല്ലോ, അതാ ജനലിന്റെ മുകളിൽ പൊട്ടി തെറിച്ചു. അങ്ങനെ CHന് ചെറിയ പരിക്ക് മൂക്കിന്റെ അവിടെയൊക്കെ പറ്റി, കാര്യമായിട്ടൊന്നും പറ്റി. CH ഒന്നും കണക്കാക്കിയില്ല. വലിയ വാർത്ത വന്ന് വധശ്രമത്തിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. വലിയ CHന് വേറെയും മദിരാശി നോക്ക് അങ്ങനെ ഉണ്ടായിട്ടോ. CH 2-3 വധശ്രമങ്ങളിൽ രക്ഷപ്പെട്ട ആളാണ്. ഞാൻ പറയാൻ വന്ന കാര്യം, ഇദ്ദേഹം അവിടെ തിരുവനന്തപുരത്ത് മന്ത്രിയായിരിക്കുമ്പോ ഇവിടെ നടക്കാവ് വീട്ടില് ഒരാള് വന്നു. അപ്പം അദ്ദേഹത്തിന്റെ ശ്രീമതി മുനീറിന്റെ ഉമ്മ, വേറെ ആരുമില്ല അവിടെ, എവിടുന്നാണ്? ഞാൻ തലശ്ശേരി നിന്നു. അപ്പൊ എന്താ പേര്? എന്റെ പേര് ഗംഗാധരമാരായിരുന്നു. അവരാകെ പേടിച്ചു. കാരണം വീട്ടിൽ വേറെ ആരുമില്ല, ചെറിയ മക്കളും. ഉടനെ CHനെ ഫോണിൽ വിളിച്ചു. ഇങ്ങനെ ഇവിടെ ഗംഗാധരമാരാര് വന്നിരുന്നു. ആര്? എന്നെ ആസിഡ് ബൾബ് എറിഞ്ഞാണോ? നീ ചായ കൊടുത്തല്ലേ? അദ്ദേഹം വന്നിട്ട് പറഞ്ഞത്, പിന്നെ ഭാര്യ കണ്ട പറഞ്ഞു, നീ ചായ കൊടുക്കാതെ വിട്ട് തീരെ ശരിയായില്ല. നല്ല നേതാവല്ലേ? ഇന്നും മനസ്സിലാവില്ല. ഗംഗാധരം തലവടി ഉമ്മൻ എന്നൊരു പ്രതിപക്ഷ മെമ്പർ CHനെ നിശിതമായി വിമർശിച്ചു. വിമർശനം കഴിഞ്ഞുകൊണ്ട് CH ചോദിച്ചു, ബഹുമാനപ്പെട്ട മെമ്പറുടെ പേരിന് മുന്നിൽ കാണുന്ന അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരാണോ ജോലിപ്പേരാണോ? ചന്ദ്രസേനൻ ഒരു മെമ്പർ, ഭയങ്കര പാഠപുസ്തകങ്ങളൊന്നും ഒന്നും കാരണം ഈ ഇംഗ്ലീഷ് പറയും ടിറ്റ് ഫോർ ടാറ്റ്. ആര് എപ്പ എന്നില്ല. CHനെതിരായിട്ട് ആകെ ഒരു കോടതി വിധിയാണ് എന്റെ അറിവിലുള്ളത്. ഞാൻ അന്ന് മുമ്പ് പറഞ്ഞാൽ ഞാൻ കുറച്ചു കാലം CHന്റെ അയൽവക്കത്ത് പരീക്കുട്ടിയാച്ചിന്റെ വീട്ടിൽ താമസിക്കാൻ, അവിടെ ജോലി ചെയ്തു. അപ്പൊ തൊട്ട റോഡിന്റെ അപ്പുറത്താ CH. അപ്പൊ ഈ വാർത്ത കൊണ്ട് എനിക്ക് വലിയ കൗതുകം തോന്നി. അപ്പൊ CH എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കേരള ഹൈക്കോടതിയിൽ നിങ്ങൾക്കെതിരായിട്ടൊരു വിധി ഉണ്ടല്ലോ, എന്താ വിധി? അപ്പൊ ഞാൻ അദ്ദേഹം കണ്ടില്ല, കളിയാക്കാൻ വേണ്ടി ചോദിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ടീച്ചറെ സ്ഥലം മാറ്റി അന്യായമാണ്, അത് സ്വാഭാവിക നീതിക്ക് റദ്ദാക്കുന്നു എന്നാണ് കോടതി വിധി. പ്രശ്നമൊന്നുമില്ല. അപ്പൊ CH തമാശ എന്നോട് പറഞ്ഞേ, അതെ, ആ ട്രാൻസ്ഫർ കിട്ടിയ ആളോ ആ ട്രാൻസ്ഫർ കൊണ്ട് കഷ്ടപ്പെട്ട ആളോ ഒന്നും മലബാറുകാരല്ല, മുസ്ലിം ലീഗുകാരല്ല, മുസ്ലിമീങ്ങളല്ല, രണ്ടും നായന്മാരാണ്. അതിന്റെ സ്വയനപക്ഷമെന്ന് പറയാൻ എന്റെ കാര്യത്തില് ആ ടീച്ചറും ഭർത്താവും കൂടി വന്നിട്ട് അവർക്കുള്ള ബുദ്ധിമുട്ട്, സുഖമില്ലാതെ കിടക്കുന്ന അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോ ഞാനൊരു ട്രാൻസ്ഫർ കൊടുത്തു. അതിൽ സ്വാഭാവിക നീതിക്ക് എതിരുണ്ട്, കോടതി റദ്ദായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത്ര സിമ്പിൾ, അത്ര സിമ്പിൾ. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സംഗതി, കാരണം ആളുകൾക്ക് ഓർക്കാത്തൊരു കാര്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലേ, അദ്ദേഹത്തിന്റെ വലിയ നേട്ടമായിട്ട് ലീഗുകാർ പോലും മറന്നു പോകുന്നൊരു കാര്യം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി CH ഉണ്ടാക്കിയതാ. ലീഗുകാർക്ക് അറിയില്ലല്ലോ. എന്താ കാരണം? CH വിദേശങ്ങളൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് യാത്ര വരുന്നുണ്ട്.
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28ഓളം യാത്രാവിവരണ പുസ്തകങ്ങളുണ്ട് CH-ന്റെ. അവിടെയൊക്കെ പോകുമ്പോൾ സാങ്കേതിക വിദ്യ പുതിയ കാര്യം. അപ്പൊ സാങ്കേതിക വിദ്യക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എന്ന് CH പറഞ്ഞപ്പോ, അപ്പോ എന്തിനാ അങ്ങനെ ഒരു ടെക്നോളജിക്ക് ഒരു യൂണിവേഴ്സിറ്റിയോ? CH അത് വിട്ടില്ല, CH അത് നടപ്പാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ ദൂരക്കാഴ്ചക്ക് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളൊക്കെ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും പോയൊക്കെ കാണാം. ചെറിയൊരു കാര്യം പറഞ്ഞു. റോഡിന്റെ 2 ഭാഗത്തും അക്വയർ ചെയ്തു ഗവൺമെന്റ്. എന്തിന്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി. എത്ര ഏക്കർ? 598 ഏക്കർ. അന്ന് ഇത് അക്വയർ ചെയ്യുമ്പോൾ ഭൂമിക്കൊന്നും ഇത്ര വിലയില്ല. വലിയ കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അത്. 598 ഏക്കർ. അപ്പൊ ഞങ്ങൾ CH ചീത്ത പറയാൻ എന്താന്ന് വിചാരിച്ചാല് അവിടെ ഒരു നല്ല ഹോട്ടലില്ല, ഒരു ബാർബർ ഷാപ്പില്ല, ഒരു സിനിമ ഹാളില്ല, ഒന്നുമില്ല. എന്താ കാരണം? 2 ഭാഗം യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം. അവിടെ ഹോട്ടലും ബാർബർ ഷാപ്പും മറ്റേ ക്ലബും ബാറൊന്നും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു സിനിമ കാണണേ രാമനാട്ടിനെ പോകണം, പിന്നെ മര്യാദയ്ക്ക് ഒരു ഊണ് കഴിക്കണേ രാമനാട്ടിനെ പോകണം. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ പഠിക്കുക, പഠിപ്പിക്കുക, ഗവേഷണം ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളുടെ സ്വസ്ഥത വേണമെങ്കിൽ ഇതൊക്കെ ഇല്ലാതിരിക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്ന എന്താ സ്ഥിതി? അതിന്റെ ഒരു ഭാഗം അന്ന് അക്വയർ ചെയ്തുള്ളൂ. ഈ ഭാഗം മുഴുവൻ സ്വകാര്യ സ്വത്താണെങ്കിൽ അവിടെ സിനിമ ഹാള് വരും, ബാറ് വരും, അവിടെ ഡാൻസ് ക്ലബ്ബ് വരും, മാള് വരും. മറ്റേ പണിയൊന്നും പിന്നെ നടക്കൂല, ഗവേഷണം പഠനമൊന്നും നടക്കൂല. ഇതുപോലെ തന്നെ അദ്ദേഹമാണ് അക്വയർ ചെയ്തത് RECയുടെ കാലിക്കറ്റ് REC കെട്ടാങ്കൽ ഇവിടെ അടുത്തല്ല. ആരും ഇതേമാതിരി ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ദൂരക്കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നൊരു സാധനം വരുന്നു. അത് ടെക്നോളജിക്ക് മാത്രമായിട്ടൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുമ്പോൾ ഈ CH-ന് കാര്യമായി ആധുനിക വിദ്യാഭ്യാസം ഒന്നുമില്ല. അദ്ദേഹം കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു. സാമൂഹ്യ കോളേജിലാണ് പഠിച്ചിരുന്നത് കേട്ടോ. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് അറിയപ്പെടുന്ന കോളേജിൽ അദ്ദേഹം പഠിച്ചിരുന്നു. അപ്പോ ഈ തരത്തിൽ അദ്ദേഹത്തിന്റെ ദൂരക്കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയാം. ഞാൻ കുറച്ചു കാലം റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അലീഗഡിൽ കുറച്ച് മാസങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്നു. അവിടെ എന്നെ അമ്പരപ്പിച്ച കാര്യം, അലീഗഡ് ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് അലീഗഡ് യൂണിവേഴ്സിറ്റി. 2500 ഏക്കർ. പക്ഷേ നമ്മള് ക്യാമ്പസിനകത്തോ പുറത്തോ ഒക്കെ നടക്കുമ്പോൾ അമ്പരപ്പോടുകൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവിടുത്തെ ഏറ്റവും ഇസ്തിരിക്കാരൻ, സൈക്കിൾ റിക്ഷക്കാരൻ, തട്ടുകടക്കാരൻ, സ്വീപ്പർ, ഇതൊക്കെ അധികവും മുസ്ലിങ്ങൾ. ഇവിടെ പഠിക്കുന്നിടത്തും മുസ്ലിങ്ങൾക്ക് ഒരു മുന്നേറ്റം അത് ഏതാണ്ട് 100 കൊല്ലാവും. അപ്പോ അലീഗഡ് യൂണിവേഴ്സിറ്റി, അലീഗഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അഖില ലോക പ്രസിദ്ധമായ ഒരു മൂവ്മെന്റ് ആണ്. ആധുനിക മതേതര വിദ്യാഭ്യാസത്തിന് വേണ്ടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ആരംഭിച്ച ഈ മൂവ്മെന്റ്, അന്ന് അദ്ദേഹം ആംഗ്ലോ മുഹമ്മദൻ കോളേജ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അലീഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് വളരുന്നത്. അതിപ്പോഴും അവിടുത്തെ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. ഈ 100 കൊല്ലാവുമ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ വളരെ കഷ്ടം തോന്നും. എന്താണ് അതിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് അവരിവിടെ ഒരിക്കലും പഠിക്കുക? അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാർക്കിന്റെ, ഒരു പ്യൂണിന്റെ ജോലി കിട്ടാൻ മാത്രം അവിടെ കാര്യമായി വിദ്യാഭ്യാസത്തിലേക്ക് ആളുകൾ വന്നില്ല. അപ്പോ പൊതുവിൽ മലബാറിന്റെയും വിശേഷിച്ച് മുസ്ലിങ്ങളുടെയും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥക്കെതിരായിട്ട് വളരെ അധികം ദൂരക്കാഴ്ചയോടെ CH പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിലെ കാര്യം. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത്. അപ്പോ പിന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ബാപ്പുകരിക്കൽ എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞത്. ബാപ്പുകുരിക്കൽ രണ്ടുപേരും EMSന്റെ മിനിസ്റ്ററിൽ, 2ാം EMS മിനിസ്റ്ററിൽ മന്ത്രിമാരാണ്. അപ്പോഴാണ് മലപ്പുറം ജില്ല വരുന്നത്. വലിയ വിവാദമായിരുന്നു. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. അപ്പോ മലപ്പുറം ജില്ലയെ അന്ന് വലിയ ശതമാനം കോൺഗ്രസുകാരെ എതിർത്തു. ഇന്നത്തെ BJPയുടെ പൂർവ്വരൂപമായ ജനസംഘം ഇവിടെ മലബാറിലൊരു കാര്യമായി സമരം നടത്തുന്നത്, മലപ്പുറം ജില്ലക്കെതിരായ സമരം. ഞാൻ ആ പ്രകടനം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവരുടെ ചിഹ്നം ദീപമാണ്. ആ ജാഥയിലെ മുദ്രാവാക്യം മലയാളം ഞാൻ കേട്ടിട്ടേ ഇല്ല.
ഊപ്പർ ദേഖോ ദീപക് ദീപക് നീച്ചേ ദേഖോ ദീപക് ദീപക്. കാരണം മലയാളിലാരുമില്ല. എന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് പാളയത്ത് നിൽക്കുമ്പോ അതിന്റെ പിന്നില് അന്ന് ദത്താത്രേയ റാവു ഒക്കെ ഉണ്ട് കോഴിക്കോട്ട്. ഒരു 10 ആളുണ്ട്. മുദ്രാവാക്യം വിളിച്ചാൽ മലയാളം കേൾക്കാൻ മാത്രമില്ല. അതിൽ വന്നേ ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾക്ക് ദേഷ്യം വരും, കുറച്ച് ദേഷ്യം വരും, നല്ലതാണ്. വളരെ ന്യായമായ ഒന്നായിരുന്നു മലപ്പുറം ജില്ലാ രൂപീകരണം. പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ വികസനത്തെ സഹായിക്കുന്ന ഒന്നാണ് ജില്ലാ രൂപീകരണം. ഞാനന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുക. എനിക്ക് അന്ന് എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. അന്ന് ഭരിക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ. അപ്പോ അതൊരു മുസ്ലിമിന്റെ അഭിമാനമാണ് എന്ന് ചില മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞു. അതിൽ പറഞ്ഞ ഒരാളുടെ പേര് കേൾക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇബ്രാഹിം സുലൈമാൻ സെട്ടി. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതൊരു സാമുദായികമോ രാഷ്ട്രീയമായ കാര്യമേ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കാസർഗോഡ് ജില്ല സൃഷ്ടിച്ച ലീഗാണ്. മുസ്ലിം ലീഗിന്റെ 5 പോയിന്റ് പ്രോഗ്രാമിൽ പെട്ട ഒന്നാമത്തെ ആവശ്യമായിരുന്നു കാസർഗോഡ് ജില്ല വേണം. വല്ല പ്രശ്നം ആരെങ്കിലും ഒന്നുമില്ലല്ലോ. അതൊരു പ്രാദേശിക വികസനത്തിന്റെ കാര്യമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടിയിരുന്നു. അത് തിരിച്ചറിയാതെ അത് ഒരു സാമുദായിക കാര്യമാണ് എന്ന തരത്തിൽ അതിനെ അനുകൂലിച്ചതും തെറ്റാണ്, പ്രതികൂലിച്ചതും തെറ്റാണ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി ഞാൻ കേട്ടൊരു അപവാദം ഞാൻ പറയാം. ഞാൻ അമ്പരന്ന് വരും. ഞാൻ അവിടെ അധ്യാപകരായതിനു ശേഷം ഡൽഹി എന്ന് വന്ന ഒരു ചെറുപ്പക്കാര് അവര് കേരളത്തെ പറ്റി എന്തോ എഴുതാൻ വേണ്ടി വന്നു. അവരെന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചേണ്ടി ചോദിച്ചു, ഈ തരം അഭിപ്രായമുള്ള മാഷമാരുള്ള ഒരാള് എങ്ങനെയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുക? അതെങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെന്ന യൂണിവേഴ്സിറ്റി കുഴപ്പം, ഇവിടെ ഒരു മുസ്ലിമിന് മാത്രമേ VC ചെയ്യാൻ പറ്റുള്ളൂ, മുസ്ലിമിന് മാത്രമേ രജിസ്റ്റർ ആകാൻ പറ്റുള്ളൂ, ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെ അധ്യാപകരാവുള്ളൂ, മുസ്ലിങ്ങൾക്ക് മാത്രമേ ഈ പ്രദേശത്ത് ഭൂമി വാങ്ങാൻ പറ്റുള്ളൂ. ഞാൻ അമ്പരത്തിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറുടെ പേര് നിങ്ങൾക്ക് അറിയാം? ഇല്ല. അദ്ദേഹത്തിന് ഒരു TN ജയേന്ദ്രൻ. ഞങ്ങളുടെ രജിസ്ട്രാറുടെ പേരറിയില്ല. അദ്ദേഹത്തിന് ഒരു ബാലഗോപാലൻ. ഞങ്ങളുടെ ഇവിടുത്തെ ഹെഡിന്റെ പേര് ചാത്തനാഥ് അച്ഛനുണ്ണി എന്നാണ്. നിങ്ങൾ ആർക്കൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. കാരണം അവിടെയുള്ള പ്രചാരവേലയാണ്. കൽക്കട്ടയിലും ഡൽഹിയിലൊക്കെ ഉള്ള പ്രചാരവേലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മുസ്ലിങ്ങൾ മാത്രം പഠിക്കുക, മുസ്ലിങ്ങൾ മാത്രം പഠിപ്പിക്കുക, മുസ്ലിങ്ങൾക്ക് മാത്രം ജീവനക്കാരായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ഇങ്ങനെ എന്തെല്ലാം കഥകളാണ്. അപ്പോ ഇത്തരം കഥകളൊക്കെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കാൻ പാടില്ല എന്നാണ് എന്റെ. കാരണം അതിന് അവസരം കൊടുക്കരുത്. ഇതിലിപ്പോ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലാ രൂപീകരണത്തെ ആ കുട്ടിക്കാലത്ത് വലിയ എതിർപ്പ് ഉണ്ടായിട്ട് ഞങ്ങളൊക്കെ ലീഗുകാരല്ലാത്ത ഞങ്ങൾ കുറച്ച് ആളുകളാണ് അങ്ങനെ എല്ലായിടത്തും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. അതൊക്കെ എന്തോ സാമുദായിക കാര്യമാണ്. അതിലൊരു സാമുദായികമില്ല, രാഷ്ട്രീയം ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഇടുക്കി ജില്ല ഉണ്ടാക്കിയ കേരള കോൺഗ്രസ് വല്ല പ്രശ്നം ഉണ്ടായിരിക്കും? കേരള കോൺഗ്രസ് ഉണ്ടാക്കി. പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയത് KK നായർ ഒരു MLA. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കാരണം അന്നത്തെ മന്ത്രിസഭ പിന്തുണ കൊടുക്കാൻ അദ്ദേഹത്തിന് എന്താ വേണ്ട വെച്ചു. കാരണം ഒരാളുടെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രിസഭ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, പകരം പത്തനംതിട്ട ജില്ല തന്നാ മതി. അദ്ദേഹം പിന്നെ അവിടുന്ന് ജയിച്ചു. ജയിക്കൂലേ, ജില്ല ഉണ്ടാക്കി. ഇതുപോലെ ലീഗ് ഉണ്ടാക്കിയ ജില്ല കാസർഗോഡ്. അപ്പോ ഇതൊക്കെ തിരിച്ചറിയാൻ ഞാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോ പിൽക്കാലത്തുള്ള നേതാക്കന്മാരോ അനുയായികളോ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോ CH ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയും ആ കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന തരത്തില് എഴുതുകയും സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ വളരെ, ഇപ്പോ ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ്, അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം വളരെ കിട്ടിയ ഒരാളാണ് ഞാൻ. പറഞ്ഞില്ല, എന്റെ ആദ്യത്തെ കഥ തന്നെ അദ്ദേഹം അതിനെ പരിഹരിച്ച് എഴുതുക. എത്ര വലിയ പ്രോത്സാഹനം ആലോചിച്ചു. ഇപ്പൊ ഞാൻ വേറെ നിങ്ങൾ മറന്ന ഒരാളുടെ കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് MA കൽപ്പറ്റ എന്നൊരാളെ? PMA തങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പേര്. വയനാട്ടില് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആളാ. കുറ്റടിക്കാരനാണ് ഒറിജിനലായിട്ട്. 7 വയസ്സായപ്പോ അവിടെ പോയതാ. ഒന്നാം തരമായിട്ട് പാട്ട്. പിന്നെ ലീഗിന്റെ വലിയ പ്രവർത്തകനാണ്. വയനാട് ജില്ലയിലെ ലീഗിന്റെ രൂപീകരണത്തെ പറ്റി അദ്ദേഹം ചരിത്രം എഴുതിയിട്ടുണ്ട്.
പക്ഷെ എന്റെ പ്രശ്നമൊന്നുമല്ല, അദ്ദേഹം മാപ്പിളപ്പാട്ടിന്റെ താല്പര്യമാണ് എനിക്ക്. അദ്ദേഹമാണ് 1980 വയനാടേ നിനക്ക് മംഗളം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധമായ പാട്ടുണ്ട്. നീലപ്പട്ട് ലിബാസും തൂമഞ്ഞിന്റെ തട്ടവുമാടി ചന്ദനഗന്ധം ഉയർത്തണ നാടേ കോമള എന്ന് പറഞ്ഞിട്ട് മനോഹരമായ പാട്ടാണ്. മലപ്പുറം വയനാട് ജില്ലയെ മുഴുവൻ വർണ്ണിക്കുന്നത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം വല്ല പാട്ടൊക്കെ പാടും, അല്ലെ വേറെ ആരെങ്കിലും പാടും. അദ്ദേഹം പാട്ട് നന്നല്ല, എഴുത്ത് വളരെ നല്ല. അപ്പൊ ഇത് പാടിക്കഴിഞ്ഞാല് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായിരുന്നു. ഇപ്പൊ ഈ അടുത്ത അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത മാപ്പിളപ്പാട്ടുകൾ വന്നിട്ടുണ്ട്. MA കൽപ്പറ്റാൻ CH ഈ കടലാസ് ഇങ്ങോട്ട് വാങ്ങും കിശേരി. പിറ്റേന്ന് ചന്ദ്രയെ പോയിട്ട് അത് അടുത്ത വാരം വകുപ്പ് കൊടുത്തേക്കും. PT ബീരാൻകുട്ടി മൗലവി, നിങ്ങൾ ചെല്ലെങ്കിൽ ആ പേര് ഓർമ്മിക്കുന്നുണ്ടാവും. അദ്ദേഹം വലിയ പാട്ടുകാരനായിരുന്നു, പാട്ട് എഴുത്തുകാരനായിരുന്നു, വലിയ ലീഗുകാരനായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഉള്ള സഭയില് അദ്ദേഹം പാട്ട് എഴുതി പാടും. പാടിക്കഴിഞ്ഞാൽ CH കൈ നീട്ടി അങ്ങോട്ട് മേടിക്കും, കീശയിലിടും. എന്താണ് അടുത്ത ഇവരൊക്കെ എഴുത്തുകാരാക്കി. CH എഴുതാൻ എന്തെങ്കിലും ഒരു വാസന ആർക്കെങ്കിലും ഉണ്ടോ? അതിന് പാർട്ടി ഇല്ലട്ടോ, ജാതി മതം ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. TN ജയചന്ദ്രൻ പറഞ്ഞിട്ടൊരു കഥയാണ്. CH എന്ന ആഭ്യന്തരമന്ത്രി, TN ജയചന്ദ്രൻ അവിടെ ഏതോ ഒരു അണ്ടർ സെക്രട്ടറി. ഒരു ദിവസം TN ജയചന്ദ്രൻ നോക്കുമ്പോ തന്റെ വീട്ടിലേക്ക് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ കയറി വരുന്നു. ആകെ അമ്പരന്നിട്ട്, കാരണം അദ്ദേഹം പേടിച്ചു, മന്ത്രി എന്താ വരുന്നത്. അല്ല സാർ, എന്നോട് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, സാർ എന്താ ഇരിക്കൂ എന്നൊക്കെ പറയും. ഇയാളാകെ പരിഭ്രമിക്കുക. എന്നോട് ജയചന്ദ്രൻ പറഞ്ഞ നിങ്ങളുടെ വൈശാഖം ഉണ്ടാവും. അപ്പൊ CH പറഞ്ഞു, ഞാൻ മന്ത്രിയാണ്, നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിയാണ്. ഇത് ആ കണക്കിൽ വന്നതല്ല. ഞാൻ ചന്ദ്രഗഡ് ചീഫ് എഡിറ്റർ, നിങ്ങളിടയ്ക്ക് ഞങ്ങളുടെ വീക്കിലിയിൽ ലേഖനം എഴുതണം, അത് പറയാൻ വന്നാന്ന്. പത്രാധിപർക്ക് ആവശ്യമുണ്ട് ഒരു ലേഖകന്റെ ലേഖനം എന്നുണ്ടെങ്കിൽ അതവന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കാൻ CH-നൊരു മടിയും. ഇങ്ങനെ ഞാൻ അത്തരം ഉദാഹരണം പറയാം, ഒരു 100 ഉദാഹരണം പറയാനുണ്ട്. ഇവിടുത്തെ മലബാറോ തിരുവിതാംകൂറോ കൊച്ചിയോ ഏത് ഭാഗത്തുള്ള ഏത് എഴുത്തുകാരനും CH-ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കൊടുത്ത ബഹുമാനം, പരിഗണന അറിയിച്ചു. പിന്നെ TN എന്ന ലേഖനം എഴുതാൻ, പിന്നെ ഇന്നിപ്പോ ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുമോ? വള്ളത്തോൾ എഴുതിയിരുന്നു ചന്ദ്രികയിൽ, മാരാർ എഴുതിയിരുന്നു ചന്ദ്രികയിൽ, MTയും T പത്മനാഭൻ എഴുതിയിരുന്നു ചന്ദ്രികയിൽ. അപ്പോ അതൊക്കെ ആ പേര് തന്നെ കണ്ടു. നമ്മൾ തമാശയായിട്ട് പറഞ്ഞു, ഒരു ഹിന്ദു പെണ്ണിന്റെ പേരാ പത്രത്തിന് ചന്ദ്രിക. കാഴ്ചപ്പാട് നിങ്ങള് ഇപ്പം പത്രത്തിന് പേരിടുന്നത് സിറാജ് എന്ന് പേരിടുമ്പോ, ഷബാബ് എന്ന് പേരിടുമ്പോ ഈ തരത്തിൽ മുഖ്യധാരയിൽ നിന്ന് ഒരു ഇഞ്ച് അകലുന്നുണ്ട്. ഞാൻ നാളെ എന്റെ സുഹൃത്ത് ആസാദ് കൊണ്ടൂരിനോട് പറഞ്ഞു, ലീഗിന്റെ പാരമ്പര്യം നിങ്ങൾക്ക് തിരിയുമെങ്കിൽ ബൈത്തുർ റഹ്മാൻ നിങ്ങൾ പേരിടില്ല എന്ന് ഞാൻ പറഞ്ഞു. പേരിടൂ ബൈത്തുർ റഹ്മാൻ. കാരണം നിങ്ങൾ പറയുന്നു ലീഗുകാരല്ലാത്താക്കി വീട് കൊടുത്തിട്ടുണ്ട്, മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കത് ഉച്ചരിക്കാൻ പറ്റണ്ടേ ബൈത്തുർ റഹ്മാൻ? അതിന്റെ നഷ്ടം നിങ്ങൾക്ക്. അവനോട് പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ, അത് ഫോണിലായതുകൊണ്ട് പറഞ്ഞാണ്, സ്റ്റേജിലാണ് പറയുന്നത്. അപ്പോ 1932 മറ്റോ ആണ്, എനിക്ക് മറന്നുപോയത്. ഒരു ഫോർട്ട്നൈറ്റ്ലി ആയിട്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ ഇറങ്ങുന്ന അന്ന് പറയാ പ്രതിപക്ഷ പത്രം എന്നാ പറയാ ആയിട്ട് ഇത് തുടങ്ങുമ്പോൾ ഈ പത്രത്തിന്റെ പേരിട്ട് ചന്ദ്രിക. എന്നിട്ട് മറ്റേ ഞങ്ങള് മോഡേൺ സൊസൈറ്റി ഉണ്ടാക്കിയിരുന്നു 71 കോഴിക്കോട്ട്. അന്ന് ചന്ദ്രിക ലീഗുകാരൊക്കെ ഞങ്ങളെ ഭയങ്കര എതിരാ. ഞാൻ പഠിക്കാം, ഞാൻ BA പഠിക്കണം, ഭയങ്കര എതിരാ. അപ്പൊ അന്ന് PNM പോയിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ വർത്താനം പറയണ്ട, ഒരു ഹിന്ദു പെണ്ണിന്റെ പേര് പത്രത്തിലിട്ട കൂട്ടരല്ലേ നിങ്ങൾ, തമാശക്ക് പറയുന്നു. ആലോചിച്ച് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഞാൻ പറയാം, ഓക്കെ. അതിന്റെ ആ മലയാളത്തോട് ഇപ്പോ CH പറഞ്ഞൊരു വാക്യം ഇവിടെ എവിടെ എഴുതി വെക്കേണ്ടതാ. CH പ്രസംഗത്ത് പറഞ്ഞ കേട്ട് എന്നോട് പേഴ്സണൽ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളിത് സംസാരിച്ചു. മലയാളം മാധ്യമം വേണം. അതാണ് എന്ന് പറഞ്ഞാല് പഠിക്കുന്നത് മലയാള ഭാഷയിലൂടെ പഠിക്കണം. അതിന് CH മനോഹരമായ ഒരു പ്രയോഗം നടത്തും. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷിലൂടെ പഠിക്കേണ്ട. കണക്ക്, ചരിത്രം, രസതന്ത്രം, സസ്യശാസ്ത്രം തുടങ്ങിയൊന്നും ഇംഗ്ലീഷിലൂടെ പഠിക്കണ്ട, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം. കാരണം ഇംഗ്ലീഷിനോടായിരുന്നു വലിയ വിരോധം, വലിയ തമാശ. അന്ന്
ഇംഗ്ലീഷിനെ എതിർക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ ഒരു കാര്യമാണ് അന്നും ഇന്നും. ഇപ്പോ ഇവിടെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് സിദി സാഹിബോ CHO മുഹമ്മദ് അബ്ദുറഹിമാനോ ഒക്കെ കണ്ടത് കേട്ടോ. ഞാൻ ഈ മുഹമ്മദ് അബ്ദുറഹിമാന്റെ പേര് കൊടുത്ത് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിലെ ആദ്യത്തെ യതീംഖാനയുടെ പേര് JDT ഇസ്ലാം. 1922 അത് കോഴിക്കോട്ട് സ്ഥാപിച്ചു. അതിപ്പോ കാണുന്ന സ്ഥലത്തേക്ക് പിന്നെ മാറിയതാണ്. ബോംബെ ഹോട്ടലിന് അടുത്തൊരു സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ആ പഴയ ബിൽഡിംഗ് അവിടെ. അത് സ്ഥാപിക്കാനുള്ള എല്ലാ പണിയെടുത്ത ആളുടെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ. കാരണം വെച്ചാല് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അബ്ദുറഹിമാൻ. അദ്ദേഹം ഖിലാഫത്തിന് ആയുധമെടുത്തതിന് നഖശിഖാന്തം എതിരായിരുന്നു അബ്ദുറഹിമാൻ. അങ്ങനെ അരുതാത്ത പലതും സംഭവിച്ചു. പിന്നെ ലീഗുകാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് തന്നെ മുഹമ്മദ് അലി ജിന്ന എതിരായിരുന്നു കേട്ടോ. ഗാന്ധിയുമായിട്ടും കോൺഗ്രസുമായിട്ടും മുഹമ്മദ് അലി ജിന്ന അകലുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്ത പോട്ടെ. കാരണം നിങ്ങൾ ഓർക്കേണ്ടതാണ്, മലബാർ കലാപം നടക്കുന്ന സമയത്ത് കേരളത്തിൽ ലീഗില്ല. അത് 21-22 കാലത്താണ് നടക്കുന്നത്. ഇവിടെ ലീഗ് ഉണ്ടാകുന്ന 1937. അപ്പോ അബ്ദുറഹിമാൻ മലയാളത്തിന് വേണ്ടി നിന്ന ഒരാളാണ്. ഞാൻ അതിന്റെ ഒരു ചെറിയ കഥ പറയാം. 1936 എന്റെ ഓർമ്മ. മദുരാശി സഭയിൽ മെമ്പറാണ് അബ്ദുറഹിമാൻ. അപ്പൊ മദുരാശി സഭയില് തെലുങ്കന്മാരുണ്ട്, കർണാടകക്കാരുണ്ട്. കാരണം മലബാർ മലയാളികളുണ്ട്. മദുരാശി പ്രൊവിൻസിന്റെ ഭാഗമാണ് മലബാർ. അപ്പൊ അവര് പലരും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, ചിലർ ഹിന്ദിയിൽ സംസാരിക്കുന്നു, ചിലര് തെലുങ്കിലും കർണാടകയിലും സംസാരിക്കുന്നു. അപ്പൊ അബ്ദുറഹിമാൻ എനിക്കൊന്ന് ചോദിച്ചു, എനിക്ക് മലയാളത്തിൽ സംസാരിക്കാമോ? Can I speak in മലയാളം? അപ്പൊ സ്പീക്കർ പറഞ്ഞു നോ. അപ്പൊ എന്തുകൊണ്ടാ പറ്റാത്തത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഞാൻ എന്റെ മാതൃഭാഷയിൽ സംസാരിക്കും. അത് പറ്റില്ല എന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ EK എംപിച്ചിവാവ കോഴിക്കോട് ജയിച്ച് ലോക്സഭയിൽ ചെല്ലും 62. അപ്പൊ എംപിച്ചിവാവ എണീറ്റിട്ട് മലയാളത്തിൽ പറയുന്നത്. ഇപ്പൊ സ്പീക്കർ വെച്ചത് എന്താ സംഭവം? അപ്പൊ എംപിച്ചിവാവ ഞാൻ എന്റെ മാതൃഭാഷയിൽ സംസാരിക്കാം. അങ്ങനെ പറ്റില്ല. എന്താ പറ്റാത്തത്? അത് പരിഭാഷപ്പെടുത്താൻ സംവിധാനം ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എംപിച്ചിവാവയാണ് ലോക്സഭയിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ അല്ലാതെ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുമ്പോ അതിന് പരിഭാഷപ്പെടുത്താൻ സംവിധാനം ഉണ്ടാക്കാൻ കാരണമായി തീർന്നു. അപ്പോ ഇവിടെ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കരുത്. എന്താണ് അത്? ഇബിലീസിന്റെ ഭാഷയാണ്, അത് നരകത്തിലെ ഭാഷയാണ്. പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഒരു നിങ്ങൾ ചിലരെങ്കിലും ആ പേര് കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടിരിക്കേണ്ടതാ. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ എന്നൊരു പരിഷ്കർത്താവ്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ആദ്യത്തെ പരിഷ്കർത്താവ്. അദ്ദേഹം വെളിയങ്കോട്ടുകാരനാണ്, ഉമർ ഖാദിയുടെ നാട്ടുകാരനാണ്. 1847 ജനിച്ചു, 1912 മരിച്ചുപോയി. ശ്രീനാരായണ ഗുരു 1903 SNDP പ്രസ്ഥാനം ആരംഭിക്കുമ്പോ 56 വയസ്സുണ്ട് സനാഉല്ലക്ക്. സനാഉല്ലയാണ് ആദ്യമായി മുഹമ്മദ് നബിയുടെ ജീവചരിത്രം മലയാളത്തിൽ എഴുതിയത്. അദ്ദേഹമാണ് മലയാള ലിപിയിൽ ആദ്യം പുസ്തകം എഴുതുന്ന മുസ്ലിം. അതിന് മുമ്പ് അറബി മലയാളത്തിൽ എഴുതി. സനാഉല്ലക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു, പേർഷ്യൻ അറിയാമായിരുന്നു, അറബി അറിയാമായിരുന്നു, ഉറുദു അറിയാമായിരുന്നു, മലയാളം അറിയാം. അദ്ദേഹം നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച് 2 എണ്ണം. ഒന്ന്, നിങ്ങൾ യഥാർത്ഥ മുസൽമാനാവാൻ വേണ്ടത് അറബി പഠിക്കല്ല, മലയാളം പഠിക്കാണ്. അദ്ദേഹത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നത് ഖുർആൻ മലയാളത്തിലാക്കണം. അത് പിന്നെ അറിയാലോ, സമ്മതിച്ചില്ല. അതിനു മുമ്പ് ഒരുത്തൻ മായൻകുട്ടികളെയ എന്ന് പറഞ്ഞ് നമ്മുടെ അറക്കൽ രാജകുടുംബത്തിലെ പുതിയാപ്പിളക്ക് പറഞ്ഞ പേരെ ഇളയാണ്. അദ്ദേഹം പരിഭാഷപ്പെടുത്തി
അതിന് ഒരുപാട് പകർപ്പുണ്ടാക്കി കാശുകാരനാണല്ലോ. അത് മുഴുവൻ അറബിക്കടലിലേക്ക് കെട്ടി താഴ്ത്തേണ്ടി വന്നു. കാരണം അത് ഹറാമായ കാര്യമാണ്. അപ്പോ സനാഉല്ല മക്തി തങ്ങള് കേട്ടോ, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു. മലയാള ഭാഷയിലെ ആദ്യകാലത്തെ ആത്മകഥകളിലൊന്നും അദ്ദേഹത്തിന് മക്തി മനക്ലേശം എന്നാണ് അതിന്റെ പേര്. അദ്ദേഹത്തെ മുസ്ലിങ്ങൾ മുഴുവൻ പൈസ കൊടുത്താൽ അദ്ദേഹത്തിന് ഹോട്ടലിൽ നിന്ന് ചോറോ ചായയോ കൊടുത്തിരുന്നില്ല. കൊച്ചിയിലെ ഒരു പട്ടണ ഹോട്ടലാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അവിടെയാണ് കിടന്നിരുന്നത്. വലിയ കഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം. അപ്പോ ഇവിടെ മുഖ്യധാരയിൽ നിൽക്കണമെങ്കിൽ, മുഖ്യധാരയുടെ ഒത്തു പോണമെങ്കിൽ വേണ്ട ഒരു സാധനം മലയാളമാണ് എന്ന് നേരത്തെ ഇവർക്കൊക്കെ അറിയാം. അപ്പൊ സനാഉല്ല മക്തങ്ങളെ കുറിച്ച് തമാശക്കാരനാണ്. അത് ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചാ, തങ്ങളെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ചോദിച്ചു. അത് നരകത്തിലെ ഭാഷയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു, നീയൊക്കെ അത് പഠിക്കുന്ന നല്ലത്, നരകത്തിൽ കിടക്കുമ്പോൾ അവിടുത്തെ മലക്കിനോട് ലേശം വെള്ളം ചോദിക്കാം, ഇംഗ്ലീഷ് പഠിച്ചാൽ. ഇംഗ്ലീഷുകാരെ എതിർക്കാൻ വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാണ്. കാരണം ഇംഗ്ലീഷുകാരെ എതിർത്തത് മുഴുവൻ ഗാന്ധി, നെഹ്റു, പട്ടേല്, ജിന്ന, ഇവരൊക്കെ ഇംഗ്ലണ്ടിൽ ചെന്ന് ഇംഗ്ലീഷ് പഠിച്ച ആളുകളാണ്. അപ്പൊ ഇവിടെ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ഇപ്പൊ വള്ളത്തോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, മഹാകവി വള്ളത്തോൾ. എന്താ കാരണം വെച്ചാല് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 2 പേര് ഇംഗ്ലീഷ് പഠിച്ചു. അപ്പൊ കുടുംബത്തിൽ വസൂരി വന്നു. അപ്പൊ മനസ്സിലായി ഇംഗ്ലീഷ് പഠിക്കരുത്. വള്ളത്തോൾ പഠിച്ചിട്ടേ ഇല്ല. വള്ളത്തോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. അതിന് കാരണം കുടുംബത്തിൽ വസൂരി വന്ന. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ആധുനികവൽക്കരണം പുതിയയിലേക്ക് വരിക, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലീഷാണ്. പിന്നെ ഇവിടുത്തെ മുഖ്യധാരയിൽ നിൽക്കുക എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം മലയാളമാണ്. അബ്ദുറഹിമാൻ ഹൈദരാബാദ് നൈസാമിനെ ചെന്ന് കണ്ട് അന്നത്തെ 40,000 ഉറുപ്പ്യ ധനസഹായം പാസാക്കിച്ചു. എന്തിനാണ്? ഖുർആൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആ വാർത്ത ഹിന്ദുവിൽ വന്നു. മലബാറിന്റെ നാനാഭാഗത്തും നൈസാമിന് കമ്പി പോവാ, ഈ മതം പൊളിക്കുന്ന പണിക്ക് അബ്ദുറഹിമാന് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് റദ്ദായി. പിന്നെ യാദൃശ്ചികമാണ്, അബ്ദുറഹിമാന്റെ ശിഷ്യനാണ് CN അഹമ്മദ് മൗലവി. കാരണം അദ്ദേഹം പഠിക്കുന്ന ജമാലിയ കോളേജിൽ അബ്ദുറഹിമാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോ മൗലവി എന്ന് പരിചയപ്പെട്ടു. ഞാൻ മലബാറുകാരനാണ്, അഹമ്മദ് എന്നാണ് പേര്. അപ്പൊ അബ്ദുറഹിമാൻ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടോ? മൗലവി പറഞ്ഞില്ല. പഠിക്കും. അദ്ദേഹം പഠിച്ചു. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ അദ്ദേഹം എഴുതും. ഞാൻ പറയുന്നു, ഈ ഇംഗ്ലീഷ് പഠനത്തിന്റെയും മലയാള പഠനത്തിന്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് പഴയ നേതാക്കന്മാർക്കും പരിഷ്കർത്താക്കൾക്കും നിശ്ചയം ഉണ്ടായിരുന്ന ഒരു കാര്യം. ഇന്നിപ്പോ മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ട പണി ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കുക. അത് മറ്റേ അപ്പുറത്തേക്ക് പോകും. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെ ആശാന്റെ നെഞ്ഞത്ത് എന്ന് പറഞ്ഞ മതി. കുറെ കാലം ഇംഗ്ലീഷ് പഠിക്കാൻ, ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം. വേറെ എന്തുണ്ടെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായാൽ മതി. അപ്പോ CH അതിനെ വളരെ എതിർത്തിരുന്ന ഒരാളാണ്. എന്താ കാര്യം വെച്ചാല്, മലയാളി ആവാൻ നിങ്ങൾ ചരിത്രവും ശാസ്ത്രവും മലയാളത്തിൽ പഠിക്കാം. പിന്നെ 10ാം തരം കഴിച്ചിട്ട് നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഏത് ഭാഷയിലേക്ക് പഠിച്ചു? ഈ കുട്ടികൾ എങ്ങനെ 8ഉം 2ഉം 10 എന്ന് പഠിപ്പിക്കുന്നതിന് പകരം 8+2 = 10 എന്ന് പഠിപ്പിക്കരുന്ന ഈ പറയുന്നു. വേറെ ഒന്നും അല്ല, ഇംഗ്ലീഷ് വിരോധമല്ല ഈ പറയുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസത്തെ പറ്റി, സാഹിത്യത്തെ പറ്റി, സംസ്കാരത്തെ പറ്റിയൊക്കെ വളരെ കാഴ്ചപ്പാടോടുകൂടി നിഷ്പക്ഷമായിട്ട് പെരുമാറുന്ന രീതിയാണ് CH എന്ന് പഠിക്കാനുള്ളത്. അപ്പോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവനവന്റെ പാർട്ടി, അല്ലെ അവനവന്റെ മതം, അല്ലെ അവനവന്റെ അനുഷ്ഠാനം, അല്ലെ അവനവന്റെ ആചാരം, അവനവന്റെ ആളുകൾ, അതിനെ ഒന്നും പരിഹസിക്കാനോ വിമർശിക്കാനോ വയ്യ എന്നായ പറ്റില്ലല്ലോ. ഇപ്പോ ബഷീർ വലിയ എതിർപ്പ് നേരിട്ട ഒരാളാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള നോവലിൽ 2 പഴയ മെതിയടികൾ എന്ന് ഒരു അധ്യായം തന്നെ ഉണ്ട്. അപ്പൊ ആ മെതിയടിപ്പുറത്ത് കുഞ്ഞാച്ചു മകൻ നടക്കുമ്പോൾ കുടും കുടും എന്ന് ശബ്ദം ഉണ്ടാകുന്നതിനൊരു തമാശ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൊട ആ ആനയുടെ കൊമ്പുകൊണ്ട് ഉണ്ടാക്കിയാന്നൊരു അഭിമാനമുണ്ട്.
വന്ന് ഒരു വാദം വന്നു. ആ മെതിയടിയെ കളിയാക്കിയത് മുസ്ലിങ്ങളെ പരിഹസിക്കാനാണ്. അതിന് മറുപടി പറഞ്ഞു CH. എന്നോട് ബഷീർ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ സാറേ, ഈ സാറേ എന്ന് കളിയാക്കി വിളിക്കുന്ന എന്റെ സാറേ, അന്ന് CH ഉണ്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ട്, ഇവരെന്നെ തിന്നുകളയും. CH ഇത് വായിച്ചാൽ മനസ്സിലാവും. ഈ സാഹിത്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ദയവായിട്ട് വിചാരിക്കല്ലേ കേട്ടോ. സാഹിത്യം, സംസ്കൃതത്തിലൊരു വാക്ക് സഹൃദയം എന്ന് പറയും. ആരാണ് സാഹിത്യം ആസ്വദിക്കുന്നത്? സഹൃദയൻ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ പറയുമ്പോഴല്ല, രാഷ്ട്രീയക്കാർ സഹൃദയരായ നാട്ടുകാരെന്ന് പറയും. സഹൃദയം എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം കവിയോട് സമാനമായ ഹൃദയം ആർക്കുണ്ടോ അവനാണ് സഹൃദയം. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അനുഭവിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോ CH നിന്ന് വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഈ ഇതൊക്കെ പറഞ്ഞിട്ട് ബഷീർ മുസ്ലിം വിരുദ്ധനാണ് എന്ന് എത്രയോ കാലം പറഞ്ഞിരുന്നത് കേട്ടോ. കാരണം അതിലൊക്കെ ഈ തരത്തിലുള്ള ധാരാളം പരിഹാസം, ധാരാളം വിമർശനമൊക്കെ ഉണ്ട്. ബാല്യകാല സഖിയിലുണ്ട്, എന്റെ ഉപ്പേര് നെരപ്പേ. പിന്നെ വേറെ പാത്തുമ്മയുടെ ആടിലും അദ്ദേഹത്തിന്റെ ഐഷക്കുട്ടി എന്നുള്ള കഥയിൽ ഒരുപടി കഥകളുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളൊക്കെ സമുദായ പരിഷ്കരണത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ CN അഹമ്മദ് മൗലവി. ഇന്നിപ്പോ നമ്മൾ നോക്കാം CHന്റെ പാരമ്പര്യം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു. അത് മാതൃഭാഷയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും അങ്ങേയറ്റത്തെ ആദരവോടുകൂടി കാണും. അതായത് പണം, അധികാരം തുടങ്ങിയുള്ള കാര്യങ്ങളുടെ മേലെയാണ് സാഹിത്യവും സംസ്കാരവും എന്ന് തിരിച്ചറിയുന്ന ഒരംശം. ചെറിയ കാര്യം. ഇന്നിപ്പോ ഞാൻ മുസ്ലിം ലീഗിനെ മാത്രമായിട്ടല്ല പറഞ്ഞു, ഇവിടുത്തെ മിക്ക പാർട്ടികൾക്കും അങ്ങനെ പുസ്തകം വായിക്കുകയും പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്യുന്ന, അതൊക്കെ വലിയ കാര്യമാണ് നയിക്കുന്ന എത്ര നേതാക്കന്മാർ എത്ര പാർട്ടിക്കുണ്ട്. ഇവിടുത്തെ ജവഹർലാൽ നെഹ്റു 17 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 17 കൊല്ലം അദ്ദേഹം അവനവന്റെ ചരിത്രം എഴുതി, ആത്മകഥ, രാജ്യത്തിന്റെ ചരിത്രം എഴുതി, ഇന്ത്യയെ കണ്ടെത്തി, ലോകത്തിന്റെ ചരിത്രം എഴുതി, വിശ്വചരിത്രാവലോകനം, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഓട്ടോബയോഗ്രഫി. ഒന്നും വേണ്ട, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം അലഹബാദ് ജയിലിൽ കിടന്ന് 5 മാസം കൊണ്ട് എഴുതിയതാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യയിലെ ഒരു ഹിസ്റ്ററി പ്രൊഫസറും സ്വന്തം വീട്ടിലിരുന്ന് 5 മാസം കൊണ്ട് അത് എഴുതൂല, ജയിലിരുന്ന് പിന്നെ. അപ്പൊ പുസ്തകം വായിക്കാം, ഒന്നും വേണ്ട, വെറുതെ ഇന്ദിരാഗാന്ധിക്ക് കുട്ടിയാമ്മ അയച്ച കത്തുകളുണ്ട്, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്ത്. അപ്പോ പുസ്തകം വായിക്കുക, പുസ്തകം എഴുതുക, ചരിത്രവും സാഹിത്യവും സംസ്കാരവും ഒക്കെ വലിയ കാര്യമാണെന്ന് വിചാരിക്കുക. ഇപ്പോ പല പാർട്ടിയിലുള്ള നേതാക്കന്മാര് പത്രം തന്നെ വായിക്കാത്തവർ. ഞാൻ ഒരു അതിശയോക്തി പറഞ്ഞാൽ, ഞാൻ ഒരു പാർട്ടിയുടെ നേതാവിനെ പറ്റി എന്നോട് അദ്ദേഹത്തോട് അടുത്ത് പെരുമാറുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, മൂപ്പര് പത്രമൊന്നും വായിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വിവരങ്ങൾ എങ്ങനെ അറിയും? അതൊക്കെ കൂടുതലുള്ള കാറിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കും. പിന്നെ ഇടയ്ക്ക് ടിവിയോ ഒക്കെ, പത്രം വായിക്കുന്ന പണി എന്നിട്ടല്ലേ പുസ്തകം വായിക്കും. അപ്പോ ഇതൊക്കെ വലിയ കാര്യമാണ്, പുസ്തകം എഴുതുന്നത് വലിയ കാര്യമാണ് എന്ന് വിചാരിക്കുക. പത്രം നടത്തുന്നത് വലിയ കാര്യമാണ്. CH ഒരിക്കലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആ പത്രാധിപത്യം തനിക്ക് തന്നെ വേണം. കാരണം അത് നന്നാക്കാൻ വേണ്ടിയാ. അല്ലാതെ അവിടെ ഒരിക്കലും, എനിക്കത് 5-6 കൊല്ലം അവിടെ അടുത്ത് പരിചയം. അദ്ദേഹത്തിന്റെ ഒരു ദുർഭരണം, ഞാൻ വലിയ നേതാവാണ്, ഞാൻ മന്ത്രിയായിരുന്ന ആളാണ്, അങ്ങനെ ഒരു വലിപ്പം ഭാവിക്കുന്ന പരിപാടി CH കുറച്ച് ആബ്സെന്റ് മൈൻഡ് ആകട്ടെ. ഇതെങ്ങനെ ശ്രദ്ധിക്കില്ല. ഒരിക്കലുണ്ടായ കാര്യം എന്ന് വെച്ചാല്, അദ്ദേഹം വന്ന് അപ്പൊ മകളുടെ ഭർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരികയാണ്. അപ്പൊ അദ്ദേഹം അവിടെ കാറിറങ്ങി, മുറ്റത്തിറങ്ങി, ഇങ്ങനെ അങ്ങോട്ട് പോയി അകത്ത്. അപ്പം അദ്ദേഹം എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയ ഒരു ലേഖനത്തിൽ വായിച്ച, അല്ല പുതിയാപ്പിള വന്നില്ല. റബ്ബേ, പുതിയാപ്പിള കൊലയെ കുത്തിരിക്കുന്നു, നിങ്ങൾ എന്തായി പറഞ്ഞത്? മൂപ്പരെ കണ്ടിട്ടില്ല. ആ തരത്തില. പിന്നെ ഒരിക്കലും
ലുങ്കി ഉടുത്ത് ചന്ദ്രിക കുപ്പായൊക്കെ എടുത്തിട്ട് ഇത് മാറ്റാൻ മറന്നു. അങ്ങനെ വളരെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഒരു അംശം അല്ലാതെ. അപ്പൊ അത് ചിലപ്പോ ആളുകൾ വിചാരിക്കും അദ്ദേഹത്തിന്റെ അഹമ്മദി കൊണ്ട് നമ്മളെ ശ്രദ്ധിക്കാത്തതാണ്. അങ്ങനെയല്ല. അതായത് അങ്ങനെ വളരെ അദ്ദേഹം പറയുന്ന ആയിരിക്കും. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ ഞാൻ പറയാം. ഞാനിത് ഇതിലൊരു ആത്മപ്രശംസ നിങ്ങൾ ക്ഷമിക്കുക. ഞാന് ഈ സഹീൽ ബുഖാരിയുടെ ഇംഗ്ലീഷ് മലയാളം പരിഭാഷകൾ വെച്ചിട്ട് തെരഞ്ഞെടുത്ത നബിവചനങ്ങളുടെ ഒരു സമാഹാരം എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകം അടിച്ചു. അതിന് ബഷീർ പറഞ്ഞത് സഹീഹ് കാരശ്ശേരി. CH അന്ന് നല്ല സുഖമില്ലാതെ ചെറിയൊരു പനിയായിട്ട് വിശ്രമത്തിൽ ഇരിക്കുക. അപ്പൊ അന്ന് മരിച്ചുപോയ ബാബു ഉണ്ട്. അപ്പൊ ചെന്നപ്പോ ബാബു പറഞ്ഞു, കോയക്ക എന്നാണ് ബാബു പറയാൻ. കോയക്ക നല്ല സുഖമില്ലാതിരിക്കുകയാണ്, വിസിറ്റേഴ്സ് ഒന്നും വേണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ബാധകമല്ല, നിങ്ങൾ മുകളിലേക്ക് പോയിക്കോളി. അപ്പൊ ചെന്നപ്പോ CH എൻ്റെ പുസ്തകം അതെന്താന്ന് ചോദിച്ചു. ഞാൻ ഈ പുസ്തകം കൊടുത്തു. ഇരിക്കുന്നു പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ അമ്പരന്ന് ഒറ്റ ഇരിപ്പിന് ആ പുസ്തകം മുഴുവൻ വായിച്ച് അവിടെ വെച്ചു. ഒരു 50 പേജേ ഉള്ളൂ. ഇങ്ങനെ ഒരു അനുഭവം. അതായത് പുസ്തകം കൊടുത്ത ഉടനെ അത് ഇദ്ദേഹം വയ്യാതെ കിടക്കുകയാണ്, ഒരു ചെറിയ പനിയായിട്ട് വിശ്രമിക്കുക. പുസ്തകങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഭ്രമം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്നോട് ചോദിച്ചു, ഒരു വിമർശനം എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബുഖാരിയിലെ ആ ഹദീസ് അതിന്റെ അറബി മൂലം അതിൽ കൊടുത്തൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇത് മുസ്ലിങ്ങൾ മാത്രം വായിക്കുന്ന ഒരു സാധനമായ പറ്റില്ല. അവനോട് അത് ശരിയാണ്. കാരണം മുകളിൽ ഇങ്ങനെ അതിന്റെ അറബി ലഫ്സും കൂടി കൊടുത്താൽ ഇങ്ങനെ എപ്പോഴും നമ്മള് എഴുതിയത് വായിക്കാൻ എല്ലാവരോടും, ചന്ദ്രികയിലൊക്കെ വരുന്ന എല്ലാവരോടും അങ്ങനെ ആ തരത്തിലുള്ളൊരു വലിയ പ്രോത്സാഹനം. പിന്നെ ഞാൻ ഒരു അദ്ദേഹത്തിന്റെ നീതിബോധത്തിന് ഒരു ഉദാഹരണം പറയാം. ഞാന് ശരിക്കും ഞെട്ടിപ്പോയ സംഭവം. ആർട്സ് കോളേജിൽ ഞാൻ ചേർന്ന ഉടനെ അവിടെ ഒരിക്കലും നടക്കാൻ പാടുന്ന സംഭവം എന്നുവെച്ചാല് ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധു മനുഷ്യൻ അവിടെ പ്രിൻസിപ്പൽ, മാത്സിന്റെ പ്രൊഫസറാണ്, മഹാപണ്ഡിതൻ. അപ്പൊ അവിടെ പിള്ളേര് തമ്മിൽ എന്തോ അടിപിടി ബഹളമൊക്കെ ഉണ്ടായി. അതില് മദ്യം പറയാൻ ചെന്ന ഒരു മാഷെ ചീത്ത പറയും, ഇങ്ങനെ തള്ളുകയൊക്കെ ചെയ്തു. അവിടുത്തെ ഒരു പൈസക്കാരന്റെ മകൻ. അപ്പൊ ഇതെല്ലാവരും കണ്ടു. കൗൺസിൽ വെച്ചിട്ട് ഈ ചങ്ങാതിയെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഒരു പ്രൊഫസർ ചീത്ത പറയും തള്ളുകയൊക്കെ ചെയ്ത വകയിൽ ഗവൺമെന്റ് കോളേജാണ്. അപ്പൊ അത് പ്രിൻസിപ്പൽ ഒറ്റക്കെടുത്ത തീരുമാനമല്ല, കൗൺസിൽ ഏകപക്ഷീയമായി തീരുമാനിച്ചു. ഞങ്ങളൊക്കെ ആ തീരുമാനത്തിന്റെ കൂടെ. അപ്പോ ഇയാൾക്ക് റിട്ടയർ ചെയ്യാൻ ഒരു കൊല്ലം ബാക്കി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാനസികമായ തകരാറുണ്ട്. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. വീട്ടിലൊരു മകളുണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്ക് അവിടെ പോയി വരാം, കോഴിക്കോട്ടാണെങ്കിൽ. അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്. മഹാസാധു മനുഷ്യൻ, ദരിദ്രനോ. അദ്ദേഹത്തെ പെട്ടെന്ന് കാസർഗോഡ് സ്ഥലം മാറ്റി. അപ്പൊ അന്ന് CH അധികാരത്തിലൊന്നുമില്ല, അദ്ദേഹം മന്ത്രിയൊന്നല്ല. അപ്പൊ പ്രിൻസിപ്പൽ എന്നോട് ഒന്ന് പറഞ്ഞു, കാരശ്ശേരി ഒന്ന് CH-നോട് പറയണം. അപ്പോ പറഞ്ഞെന്താ വെച്ചാൽ ശിവരാമകൃഷ്ണയ്യർ ഭയങ്കര RSS ആണ്. ഈ പുറത്താക്കപ്പെട്ട പയ്യൻ MSF ആണ്. അവൻ MSF ആണോ അല്ലെന്ന് അന്നൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും ഇങ്ങനെയാ വന്നത്. അന്ന് ലീഗിന്റെ മന്ത്രിയാണ്, ഇയാളെ സ്ഥലം മാറ്റി. ഞാൻ CH-നെടുത്തു. ഞാൻ പറഞ്ഞു, ഞാനൊരു അപകടം പിടിച്ചൊരു കാര്യത്തിന് വന്ന. ഞാൻ പറഞ്ഞു, ശിവരാമകൃഷ്ണയ്യരെ കാസർഗോഡ് നിന്ന് പാലക്കാട്ടേക്കാണ് മാറ്റേണ്ടത്, കോഴിക്കോടേക്ക് ഇനി മാറ്റണ്ട, അവിടെ പ്രശ്നമുണ്ട്. അപ്പൊ CH പതിവില്ലാതെ വളരെ പരുഷമായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മന്ത്രിയല്ല, നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ അറിയാം. പിന്നെ എന്നോട് പറയുന്നു. ഞാൻ എനിക്ക് വേറെ പറയാനില്ല, അതൊന്നും നടക്കൂല എന്നും പറഞ്ഞു.
എന്നെ വളരെ നിരാശനായിട്ട് അദ്ദേഹം മടക്കി വെച്ചു. സീറ്റിന് അങ്ങനെ ഒരു തകരാറുണ്ട്, നടക്കാത്ത നടക്കൂല എന്ന് പറയും, നടക്കും പറയില്ല. വളരെ പരീക്ഷയായിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ചായ ഒക്കെ തന്നു, എന്നോട് പറഞ്ഞു ഞാൻ മന്ത്രിയല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത തന്നു, നടക്കൂല. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ CH മന്ത്രിയായി. ആരും പറയാതെ ശിവരാമകൃഷ്ണനെ പാലക്കാട്ടേക്ക് മാറ്റി. എന്നോട് വിളിച്ച് പറഞ്ഞില്ല, നിങ്ങളെ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ശിവരാമകൃഷ്ണന് പറയുമ്പോഴേ ഞാൻ അറിയുന്നു. അത് അന്ന് അവിടെ കിടന്നു. ഒരു ഗണിതശാസ്ത്രത്തിന്റെ അധ്യാപകനോട്, ഒരു പ്രിൻസിപ്പലിനോട് തന്റെ പാർട്ടി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആരോട് അത് ചെന്ന് പറഞ്ഞ് എന്നോട് പോലും പറഞ്ഞില്ല, മാറ്റി. അത് ന്യായം പറഞ്ഞത് അദ്ദേഹം ഒരു ന്യായം പറഞ്ഞു, റിട്ടയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് അവസാനത്തെ ഒരു കൊല്ലം ഹോം സ്റ്റേഷനിൽ ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയാ CH പെരുമാറുക. ഇത് അന്ന് അദ്ദേഹം ഉള്ള കാലത്ത് അദ്ദേഹത്തിന്റെ മുന്നണിയോ പാർട്ടിയോ അതിലാരെങ്കിലും എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ ധൈര്യം പറഞ്ഞാ മതി. അതില് എന്നോട് എന്തിനാ ഇത് പറയുന്നൊക്കെ പറയും, അദ്ദേഹം ചെയ്തിരിക്കും. പിന്നെ ആര് വന്നിട്ടാണ് കാര്യം പറയുന്നത്, കാര്യക്കേട് പറയുന്നതെന്ന് അറിയാം CH. ഞാൻ CHന്റെ ഒരു പ്രത്യേകത കണ്ടത്, ഒരാളെ 1 വട്ടോ 2 വട്ടോ കണ്ട അദ്ദേഹത്തിന് തിരിയും. ആരാണ് മോശം പറയാൻ വന്നതും ആരാണ് സ്വാർത്ഥം നേടാൻ വന്നതും. അപ്പോ അദ്ദേഹമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിനേക്കാൾ വലിയ കാര്യം ഞാൻ പറയും. അവിടെ മുഹമ്മദ് ഗനി എന്ന് പറയുന്ന തങ്കപ്പെട്ടൊരു മനുഷ്യനെ അവിടെ വൈസ് ചാൻസലർ. മുഹമ്മദ് ഗനി ആരാന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അദ്ദേഹം വലിയ ഭക്തനാണ്. സാധാരണ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഓക്സ്ഫോർഡിൽ പഠിച്ച ആളാ വരിക. വെള്ളിയാഴ്ച അദ്ദേഹം വെള്ള കുർത്തയും വെള്ള പൈജാമ ഇട്ടാ വരിക. വെള്ളിയാഴ്ച എന്ന് മനസ്സിലാവും മുഹമ്മദ് ഗനി വരുന്ന കണ്ടാൽ. അദ്ദേഹം പള്ളിയിൽ പോകും. എങ്ങനെ വിചാരിച്ചാല് യൂണിവേഴ്സിറ്റിയുടെ കാറിന്റെ ഡ്രൈവർ 2 രൂപ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിൽ അടച്ച് അതിന്റെ റെസീറ്റ് മേശപ്പുറത്ത് കൊണ്ടുവച്ചാ അപ്പോ ഗനിസാർ എണീ. എന്താ കാര്യച്ചാല് വ്യക്തിപരമായ ആവശ്യത്തിന് സർക്കാരിന്റെ വാഹനം ഉപയോഗിക്കാം. എങ്ങനെ? അതിന്റെ പെട്രോളിന്റെ ചെലവ് നമ്മളെ പോക്കറ്റിൽ നിന്ന് വേണം. അപ്പൊ അദ്ദേഹം പള്ളിയിൽ പോകുന്ന യൂണിവേഴ്സിറ്റി ആവശ്യമില്ല. അതിന്റെ പെട്രോളിന്റെ ചെലവ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ അടച്ചു എന്നാലേ അദ്ദേഹം എണീക്കും. ഇത്ര നീതിമാനായ മനുഷ്യൻ. അപ്പോ അദ്ദേഹത്തിന്റെ കഥ പറയാൻ നേരം എടുത്തു. നീ വരുമ്പോ അദ്ദേഹത്തെ കാണുന്നത് തന്നെ പുണ്യം. മുഹമ്മദ് ഗനി റിട്ടയർ ചെയ്യുമ്പോൾ CH ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഒരു വാക്യം എനിക്ക് ഓർമ്മയുണ്ട്. 5.5 കൊല്ലം മുഹമ്മദ് ഗനി നമ്മുടെ വൈസ് ചാൻസലർ ആയിരുന്നു. വലുതോ ചെറുതോ ആയ ഒരു ശുപാർശയും അദ്ദേഹത്തോട് നടത്താൻ ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ ലേഖനം ഇംഗ്ലീഷിലായി എഴുതിയത്. അതിൽ ഉപയോഗിച്ച വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഐ ഡിഡ്ന്റ് ഡെയർ ടു റെക്കമെൻഡ്. ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നേരിട്ട് മുഹമ്മദ് ഗനിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആവണം. ഇന്നിപ്പോ എങ്ങനെ VC ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇന്ന് മന്ത്രിമാരുടെ അളിയന്മാരുടെ അമ്മായിയമ്മമാര് അടുക്കളയിൽ പോയി കയ്യും കാലും തിരുമ്മിട്ടാണ് VC ആവുന്നത്. ഇത് CH മുഹമ്മദ് കോയ മുഹമ്മദ് ഗനിയുടെ ഓഫീസിൽ ചെന്നിട്ട് പറയാണ്, സാറ് വന്നിട്ട് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആവണം. മുഹമ്മദ് ഗനി പറഞ്ഞു, അദ്ദേഹം അവിടെ കോളേജിൽ പ്രിൻസിപ്പലാ, ഞാൻ വരില്ല. എന്താ? ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. കേരള യൂണിവേഴ്സിറ്റി വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞ് വളരെ നിരാശനായ CH തിരിച്ചു പോവുക. തിരിച്ചു പോകുമ്പോ വാതിലിന്റെ അടുത്തെത്തിയപ്പോ മുഹമ്മദ് ഗനി തിരിച്ചു വിളിക്കുകയാണ്, മിസ്റ്റർ കോയ പ്ലീസ് കം ആൻഡ് ടേക്ക് യുവർ സീറ്റ്. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്ന് അവിടെ ഇരുന്നു. നിങ്ങൾ കാലിക്കറ്റ് ഒരു പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നു ഞാൻ കേട്ടത് ശരിയാണോ? ശരിയാ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ അവിടെ വരണമെങ്കിൽ വരാം. ഓ, വളരെ നന്നായി. അപ്പൊ എന്താ സാർ ഇങ്ങനെ പറഞ്ഞതെന്ന് CH ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവിടെ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ പുതിയ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. ഈ കേരള യൂണിവേഴ്സിറ്റി ഒന്ന് ചെയ്യാൻ
മുഹമ്മദ് ഗനി വന്നു 5.5 കൊല്ലം അദ്ദേഹം എത്ര ഗംഭീരമായി അത് നടത്തി എന്നുള്ളതിന്റെ തെളിവ് ഭാഗ്യവശാൽ ഇപ്പോഴും ഇതെടുത്തൊക്കെ കാണും. ഞാനൊരു ചെറിയ കാര്യം പറയാം. നിങ്ങള് ആ യൂണിവേഴ്സിറ്റിയിലെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വലിയ പനമായുള്ള ധാരാളം മരങ്ങളാണ്. ഒന്നുമില്ല, അത് മുഹമ്മദ് ഗനി വെച്ച അത്ര കാഴ്ചപ്പാടോട് കൂടി. അവിടെ അദ്ദേഹത്തിന്റെ കാലത്ത് എന്തെങ്കിലും ഒരു അനീതി അന്യായം എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു കാര്യം, ഞാനവിടെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഗനിയായിട്ട് അടുത്ത് പെരുമാറാൻ എനിക്ക് ധാരാളം അവസരം ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം. അവിടെ ഇന്നും കേട്ടാ ഞങ്ങൾക്ക് അമ്പരപ്പ് തോന്നി. ഞങ്ങളുടെ ഹോസ്റ്റലില് കുട്ടികൾ ഡിവൈഡ് ചെയ്തിട്ട് വിഭജിച്ചിട്ട് ഈ പൈസ എടുക്കുന്ന, അതേപ്പോ 10,000 രൂപയിൽ എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തിട്ട് ഒരാൾക്ക് 150 രൂപ വരുന്നതായി. അപ്പൊ ഇതില് ഇന്ന് ദളിത് എന്നും അന്ന് ഹരിജൻ എന്നും പറഞ്ഞ കുട്ടികളുണ്ട്. അവരുടെ പൈസ ഹരിജൻ വെൽഫെയർ ഫണ്ട് എന്ന് വരണം. അതിവിടെ 150 ആണെങ്കിൽ 150, 100 രൂപ ആണ് 120, 180 ആണ് 150, ഒക്കെ അവിടുന്ന് വരും. അത് നമ്മൾ കൊടുത്താൽ മതി. പക്ഷേ മെസ്സ് നടന്നില്ലെങ്കിൽ അവർക്ക് ഇത് കിട്ടില്ല. അപ്പൊ അവിടുത്തെ ചില ജാതിക്കുശുമ്പുള്ള ചില ആളുകൾ മെസ്സിൽ പൈസ അടയ്ക്കും. അപ്പൊ മെസ്സ് പൂട്ടിയാൽ ഞങ്ങളൊക്കെ കയ്യിൽ കാശുണ്ടല്ലോ, ഞങ്ങൾ ഹോട്ടലിൽ പോയി ഊണ് കഴിക്കും. ഇവരൊന്ന് പട്ടിണി എടുക്കല്ലേ, വീട്ടിൽ പോകണം. ഇതൊരു 3-4 വട്ടം ഇങ്ങനെ മെസ്സ് പൂട്ടി. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഉത്തരവാദിത്വമില്ല മെസ്സിൽ. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടിയാൽ നമുക്കൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ മെസ്സ് പൂട്ടാതിരിക്കും. അപ്പൊ അതാ എങ്ങനെ കിട്ടാൻ ഒരു വകുപ്പില്ല. കാരണം ഞങ്ങൾ അവിടെ വന്ന് പഠിച്ചു പോകുന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് പൈസ തന്നാൽ അതിന് യാതൊരു ഒരു പിടുത്തുണ്ടാവില്ല യൂണിവേഴ്സിറ്റി. അപ്പൊ 2,500 രൂപ വേണം. ഒരു അപേക്ഷ എഴുതിണ്ടാക്കി ഞാൻ മുഹമ്മദിനെ പോയി കണ്ടു. എന്നോട് പോകുമ്പോ എല്ലാവരും പറഞ്ഞ പൈസ കിട്ടില്ല. ഇത് മുഴുവൻ മനസ്സിലാക്കി ഇത് വായിച്ചു നോക്കിയിട്ട് ഒരക്ഷരം മിണ്ടാതെ മുഹമ്മദിനെ ഫണ്ട് പാസ്സാക്കി. പിന്നെ അവിടെ മെസ്സ് പൂട്ടിയില്ല. എന്റെ പൂർണ്ണ ബോധ്യം ആ 2,500 രൂപ മുഹമ്മദിനെ റിട്ടയർ ചെയ്യുമ്പോൾ ഓഡിറ്റർ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ തിരിച്ചടച്ചിട്ടില്ല. അങ്ങനെ തരാൻ ഒരു വകുപ്പില്ല. ആ വകുപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അവിടുത്തെ പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കണം എന്നുള്ളതാണ്. എല്ലാ നിയമവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കുന്ന ഒരാളാണ് മുഹമ്മദ് ഗനി. അങ്ങനെയൊക്കെ ആയിരുന്നു ആ യൂണിവേഴ്സിറ്റി. അപ്പോ നിങ്ങൾക്ക് കേട്ട അമ്പരപ്പൊന്ന് കാര്യം പറയാം. അദ്ദേഹത്തിന്റെ സുഹൃത്ത് മരിച്ചുപോയി, ഷെപ്പേർഡ്, CA ഷെപ്പേർഡ്, വലിയ പ്രസിദ്ധനായ ഇംഗ്ലീഷ് പ്രൊഫസർ. ഇടയ്ക്കിടയ്ക്ക് ഷെപ്പേർഡ് അവിടെ ക്ലാസ് എടുക്കാൻ വരും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഞങ്ങളൊക്കെ ആ ക്ലാസ് കേൾക്കാൻ പോകും. ഞങ്ങൾ മലയാളക്കാരൊക്കെ പോകും. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ ക്ലാസ് ആണ്. ഞങ്ങൾ എപ്പോ ചെല്ലുമ്പോഴും ഷെപ്പേർഡ് സാറിന്റെ ക്ലാസ് ആണെങ്കിൽ അതിന്റെ പിറകില് ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും, വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ തന്റെ കീഴിലുള്ള ദേവഗിരി കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അവിടുത്തെ MA കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇയാള് പണ്ഡിതനും വലിയ അധ്യാപകനാണ് എന്നതുകൊണ്ട് ആ ക്ലാസ് കേൾക്കാൻ വന്ന് കുത്തിരിക്കുകയാണ് മുഹമ്മദ് ഗനി, ഓക്സ്ഫോർഡിൽ പഠിച്ച ആള്. അപ്പൊ വിനയം എന്താണ്, മര്യാദ എന്താണ്, നീതി എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ മാത്രമല്ല ഞങ്ങളെ ഒക്കെ പഠിപ്പിച്ചത് അതിൽ വലിയ പങ്കുള്ള ആളാണ് ഗനി. ആ ഗനിയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു എന്നുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും മലബാറിന് വേണ്ടിയും CH ചെയ്ത വലിയ സംഭാവന എന്ന് പറയുന്നത്. അങ്ങനെ അനേകം കാര്യങ്ങൾ ആളുകളെ കണ്ടെത്തുന്നതിനൊക്കെ ഓരോ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, CH-ന് ഈ മുഹമ്മദ് ഗനിക്കുണ്ട്. ആ മുറിലേക്ക് കടന്നാൽ തിരിയുന്നത് ആരാണ്. അതുകൊണ്ട് CH-ന് ഒരിക്കലും പഴിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ നിയമനങ്ങളൊക്കെ ഏത് രംഗത്ത് നിയമിച്ചതും ഒരു 95% വലിയ ഗംഭീരമായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി 1-2 ഒക്കെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാല് നേരം വെളുത്തു CH-നെ പറ്റി ഓർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മൂല്യങ്ങളിൽ വിശ്വസിക്കുക, പിന്നെ ആളുകളെ സഹായിക്കുന്നതിലും സമൂഹത്തെ സേവിക്കുന്നതിലും വിശ്വസിക്കുക, പിന്നെ ഈ ഒരു പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളുമായ ഒരു സമൂഹത്തിന് വേണ്ടി
രാപ്പകൽ അധ്വാനിക്കുമ്പോഴും മറ്റാരോടും ഒരു വെറുപ്പും ഒരു കയ്പും ഇല്ലാതെ ആലോചിച്ചു. അതെ, അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ഏതെങ്കിലും ഒരു ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ എപ്പോഴെങ്കിലും എന്തെങ്കിലും നിന്ദിച്ച് പറയുക, അങ്ങനെ ഭാവിക്ക് ചെയ്യുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അപ്പോ ഞങ്ങൾ എന്നൊരു കൂട്ടരുണ്ട് എന്ന് പറയുമ്പോഴും അതിന്റെ അപ്പുറത്ത് നമ്മൾ എന്നെല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ, ഇംഗ്ലീഷ് പറയും ഇൻക്ലൂസീവ് പ്ലൂറൽ, ആ തരത്തില് ഒരു മനോഭാവം ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞപ്പോ ഒരാൾക്ക് എതിർക്കാൻ പറ്റാതെ പോയത്. പിന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിരുന്നു എന്നും ആളുകൾ ഓർമ്മിക്കുന്ന തരത്തിൽ. ഇപ്പോ ഏത് പ്രദേശത്താവട്ടെ, ഏത് സമുദായക്കാരനാവട്ടെ, ഏത് പാർട്ടിക്കാരനാവട്ടെ കേട്ടോ, നിങ്ങൾ ദയവായി ഓർത്തിരിക്കുക, 56 കൊല്ലം മാത്രമേ ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ. സീദ് സാഹിബിന് 63 കൊല്ലം ജീവിക്കാൻ പറ്റി. മുഹമ്മദ് അബ്ദുറഹ്മാൻ അതിനേക്കാൾ എത്രയോ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയിട്ടോ. 47ാമത്തെ വയസ്സിൽ അബ്ദുറഹ്മാൻ മരിച്ചു. അപ്പോ ഇന്നും ഈ 2-3 പേര് പറയുമ്പോൾ അതിന് അനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അബ്ദുറഹ്മാന്റെ പത്രത്തിന്റെ പേര് അൽ അമീൻ നായി. അൽ അമീൻ. ആ പത്രത്തിന്റെ മുദ്രാവചനം പത്രത്തിന്റെ ഉള്ളില് എഡിറ്റോറിയലിന്റെ മുകളിലാണ് കൊടുക്കുക. സത്യം, സമത്വം, സ്വാതന്ത്ര്യം, മാതൃക കൊടുക്കുക എഡിറ്റോറിയലിന്റെ മുകളിലാണ്. അബ്ദുറഹ്മാന്റെ പത്രത്തിന്റെ മുദ്രാവചനം പത്രത്തിന്റെ തലക്കെട്ട് കൊടുത്ത 1-ാം പേജ് തന്നെ കൊടുക്കും. എന്തായിരുന്നു ആ മുദ്രാവചനം എന്നറിയാം? സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും. അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും. അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും. അതിനിടയിൽ ഒരു വാക്കും കൂടി ഉണ്ട്, വിശുദ്ധ ഖുർആൻ. ഇതാണ് അബ്ദുറഹ്മാന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു തരത്തിലും മൂല്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിക്കുന്നതിന്റെ ഒരു പഴയകാലത്തെ പല ഉദാഹരണങ്ങളിൽ ഒരാളെ പറ്റിയാണ് ഞാൻ വിസ്തരിച്ച് സംസാരിച്ചത്. എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ചരിത്രം തീർച്ചയായിട്ടും വളരെ പ്രചോദന ഭരിതമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫലിതം നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. സീതിയാജി ഫലിതം എന്ന് പറഞ്ഞാൽ അധികവും അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പോ അങ്ങനെ എപ്പോഴും ഞാനിപ്പോ അവർ രണ്ടുപേരുടെ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോ ആരോ ചോദിച്ചു, അവിടെ മക്കയിൽ തന്നെയുള്ള ഹോട്ടലിൽ വന്നപ്പം എന്താ കോയസായി ഒന്നും ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി. എന്താണ്? സീതിയാജി കല്ലെറിഞ്ഞപ്പോ ഇബ്ലീസ് ചോദിച്ചു, ഇത് നമ്മൾ തമ്മമ്മല് വേണോ? ഇത് സീറ്റ് ഉണ്ടാക്കുന്ന ഇങ്ങനെ നിരന്തരം അദ്ദേഹം പ്രസംഗത്തെ പറ്റി അദ്ദേഹത്തിന്റെ ആണ് ആ പ്രയോഗം. പ്രസംഗവും പ്രസവവും ഒരേ മാതിരിയാ. അത് തുടങ്ങിയാ പിന്നെ നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഞാന് ഇത് അവസാനിപ്പിക്കാം. CHന്റെ പ്രിയ സുഹൃത്ത് സീതിയാജിയുടെ ഒരു തമാശ പറഞ്ഞ് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. സീതിയാജി കേട്ടോ, സീതിയാജിയുടെ ഒരു തമാശ. അദ്ദേഹം എനിക്ക് അനുഭവമില്ല. അദ്ദേഹം വണ്ടിയിലൊക്കെ ആരെയും കണ്ടപ്പോൾ മോനെ ഒരു സീതിയാജി ഫലിതം കേൾക്കട്ടെ എന്ന് പറയും. അദ്ദേഹം നമ്മൾ കുറച്ച് കേൾക്കുക. അദ്ദേഹം പറഞ്ഞത് വളരെ കുറവാണ് ഇതിനകത്ത്. അപ്പോ ലീഗുകാർക്ക് വളരെ ഓർക്കേണ്ട ഒരു തമാശയാണ്. അപ്പൊ അവിടെ കൊണ്ടോട്ടിയിൽ യൂത്ത് ലീഗുകാർ ഒരു സമ്മേളനത്തിൽ സീതിയാജിയാണ് അധ്യക്ഷൻ. അപ്പൊ ഏതോ യൂത്ത് ലീഗുകാരൻ പറഞ്ഞു, നമ്മളെ പാർട്ടി തീരെ ഉറങ്ങിപ്പോയി, നമുക്ക് ഭരിക്കുമ്പോൾ മാത്രം പോരാ പാർട്ടി, നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പ്രവർത്തിക്കണം, വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കണം. DYFI ഒക്കെ അങ്ങനെയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുപഠിക്കണം. അവര് പ്രതിപക്ഷത്തിൽ വളരെ ഉഷാറായിട്ട് പ്രവർത്തിക്കും. നമ്മൾ ഭരണം കിട്ടിയാൽ മാത്രമല്ല നമ്മൾ ഉറങ്ങാന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ സീതയെ ചോദിച്ചു, ഈ ബന്ധേ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ DYFI പ്രവർത്തിക്കുന്നവര് എന്തേ പോലും പ്രവർത്തിച്ച് ഒരിപ്പോ കഴിഞ്ഞ ആഴ്ച റെയിൽ തടയാൻ പോയി. നിൽക്കേ ഓല കൊടി കണ്ട വണ്ടി അവിടെ നിൽക്കും, ഞമ്മളെ കൊടി കണ്ട വണ്ടി കണ്ട് വരിക. ഇമ്മാതിരി പോയത്തം പറയില്ലേ.